നമസ്കാരം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, മറ്റ് പ്രേക്ഷകരെ, ഇന്ന് സുഭിക്ഷ കേരളം ഈ പദ്ധതിയിൽ കൃഷി പാഠശാല 5ാമത്തെ വെബിനാർ സീരീസിൽ ഞാൻ ഡോക്ടർ രാജീവ് വാസുദേവൻ നമ്പൂതിരി, കേരള കാർഷിക സർവകലാശാല കോളേജ് ഓഫ് അഗ്രികൾച്ചർ പഠനക്കാട് കോളേജിൽ സസ്യ പ്രജനന വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. ഞാനും തനുജ ഇതേ കോളേജിൽ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറും പച്ചക്കറികളിൽ ഗുണനിലവാരമുള്ള വിത്തുകളും തൈകളും എങ്ങനെ ഉത്പാദിപ്പിക്കാം എന്ന വിഷയത്തിലാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, പച്ചക്കറികൾക്ക് വളരെയധികം പ്രാധാന്യം പോഷക സുരക്ഷയിൽ ഉണ്ട്. അതിൽ ഇന്ത്യ എന്ന രാജ്യത്ത് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്, ചൈന കഴിഞ്ഞ്. പക്ഷേ നമ്മളുടെ സംസ്ഥാനത്തെ നമ്മൾ നോക്കുമ്പോൾ വളരെ പിന്നിലാണ് പച്ചക്കറി ഉൽപ്പാദനത്തിൽ. നമ്മളിപ്പോഴും അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് പച്ചക്കറികൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ഈ വിത്തുൽപാദനം എന്നുള്ള വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പച്ചക്കറി വിത്തുൽപാദനം നോക്കുകയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട പച്ചക്കറി വിളകളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൽ സൊലാനേസി കുടുംബത്തിൽപ്പെട്ട മുളക്, വഴുതന, തക്കാളി, ഈ 3 പച്ചക്കറികളിലെ വിത്തുൽപാദനത്തെക്കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഗുണനിലവാരമുള്ള വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിത്ത് ഗുണം 10 ഗുണം, ഈ ഒരു ചൊല്ല് തന്നെ അന്വർത്ഥമാക്കുന്ന ഒരു ചൊല്ല് തന്നെയാണ്. നമ്മുടെ വിത്തിൽ ഗുണനിലവാരമുണ്ടെങ്കിൽ 15 തൊട്ട് 20% വരെ വിളവർധന ലഭിക്കുന്നതാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഈ വിത്തിനങ്ങളിൽ സവിശേഷ ഗുണങ്ങൾ ഉണ്ടാവേണ്ടത്? അതിൽ 7 ഘടകങ്ങളാണ് നമുക്ക് പറയാവുന്നത്. അതിൽ ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തിയ ഇനം തന്നെയാണ്. നമുക്കറിയാം, നമ്മൾക്ക് കാർഷിക ഹരിത വിപ്ലവം ഉണ്ടായത് തന്നെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ പുറത്തിറങ്ങിയ കാരണമാണ്. അതുപോലെ തന്നെ അടുത്ത ഘടകം എന്ന് പറഞ്ഞാൽ ജനിതക പരിശുദ്ധി, ജനറ്റിക് പ്യൂരിറ്റിയാണ്. ഭൗതിക സംശുദ്ധി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്യൂരിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഘടകം എന്ന് പറഞ്ഞാൽ ജെർമിനേഷൻ കപ്പാസിറ്റി, അങ്കുരണശേഷി. പിന്നെ വിത്തിൻ്റെ ഈർപ്പം നമ്മൾ ഒരു 10-13% കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പൂപ്പലും കീടങ്ങളും വരാവുന്നതാണ്. അതിനെ സൂക്ഷിപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകമാണ് വിത്തിൻ്റെ ഈർപ്പം. അതുപോലെ തന്നെ വിത്ത് ആരോഗ്യം. നമ്മുടെ നാട്ടിൽ വിത്ത് ആരോഗ്യ ടെസ്റ്റുകൾക്ക് പ്രാധാന്യമില്ലെങ്കിലും ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ അത് വളരെ നിർബന്ധമാണ്. അതുപോലെ തന്നെ വിത്തിൻ്റെ പ്രവർത്തനക്ഷമത, വയബിലിറ്റി അല്ലെങ്കിൽ വിഗർ. വിത്ത് മുളച്ചതിന് ശേഷം അത് ഫീൽഡിൽ എങ്ങനെ അത് നിലനിൽക്കുന്നു. ഇത്രയും 7 ഘടകങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിത്തിൻ്റെ ഗുണവിശേഷങ്ങളിൽ. അത് നമ്മൾ എങ്ങനെ നിലനിർത്തും, എങ്ങനെ ഉറപ്പുവരുത്തും ഈ ഗുണനിലവാരങ്ങൾ? അതിനു വേണ്ടിയിട്ടുള്ള ചില മുറകളാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിന് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിത്തുൽപാദന ശൃംഖലയാണ്. വിത്ത് നമ്മൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? വിത്തുൽപാദന ശൃംഖല നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു ശൃംഖല എന്ന് പറഞ്ഞാൽ ഈ 3 തലമുറകളുള്ള വിത്തുകളാണ്. ബ്രീഡർ വിത്ത്, അതിൽ നിന്ന് ഫൗണ്ടേഷൻ വിത്തുകൾ, ഫൗണ്ടേഷൻ വിത്തുകളിൽ നിന്ന് സർട്ടിഫിക്കേഷൻ വിത്തുകൾ. ബ്രീഡർ വിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇനം ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ഇനം ഇറക്കിയ ബ്രീഡർ അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രം അവരാണ് ഈ വിത്ത് ഇറക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. ആ വിത്ത് വളരെ കുറവായിരിക്കും അളവിൽ, പക്ഷേ അതിൽ ഏറ്റവും കൂടുതലായിരിക്കും ജനിതക സംശുദ്ധി, ജനറ്റിക് പ്യൂരിറ്റി 100% വിത്തുകളാണ് ബ്രീഡർ വിത്തുകൾ. അതിൻ്റെ ലേബലാണെങ്കിൽ ആ വിത്തിൽ ലേബൽ ചെയ്യുന്നത് ഒരു ഗോൾഡൻ മഞ്ഞ കളറുള്ള ലേബലാണ് ഉപയോഗിക്കുന്നത്. ബ്രീഡർ വിത്തിൽ നിന്നാണ് പിന്നെ ഫൗണ്ടേഷൻ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വിത്തുകൾ നമ്മുടെ ഇവിടെ കാണുന്ന ഫാമുകൾ, ജില്ലാതല ഫാമുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫാംസ്, അല്ലെങ്കിൽ പിന്നെ നാഷണൽ സീഡ് കോർപ്പറേഷൻ, സ്റ്റേറ്റ് സീഡ് കോർപ്പറേഷൻ, കാർഷിക സർവകലാശാല അല്ലെങ്കിൽ സംസ്ഥാന സർവകലാശാല പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഗവേഷണ കേന്ദ്രങ്ങളും റിസർച്ച് സ്റ്റേഷനുകളുമാണ് ഈ ഫൗണ്ടേഷൻ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ലേബലിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ വെളുത്തതാണ്.
ഈ ഫൗണ്ടേഷൻ വിത്തുകളിൽ നിന്നാണ് പിന്നെ സർട്ടിഫൈഡ് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ലേബലിൻ്റെ കളറാണ് ഒരു അസ്യൂർ ബ്ലൂ കളറാണ്, നീല നിറമുള്ള ഒരു കളറാണ് ലേബലിൽ ഉപയോഗിക്കുന്നത്. ഈ വിത്തുകൾ ഒരു സ്വകാര്യ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനോ ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ അത് ചില പ്രക്രിയകൾ കൂടെയാണ് ഈ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. സർട്ടിഫൈഡ് സീഡ് എങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, ആർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വെബിനാറിൽ കൂടെ പറയാൻ പോകുന്നത്. ഇത് കൂടാണ്ട് വേറൊരു ഗണത്തിൽപ്പെടുന്ന വിത്തുകളുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമല്ല. പക്ഷെ വേറെ ഒരു കാര്യം നിർബന്ധമാണ്, അത് ലേബലിംഗ്. അപ്പോൾ ആ ഗണത്തിൽപ്പെടുന്ന വിത്തുകളാണ് ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ്സ്, അല്ലെങ്കിൽ സത്യസന്ധമായി ലേബൽ ചെയ്ത വിത്തുകൾ. അപ്പം നമ്മൾ ഒരു സാധനം, എന്ത് സാധനവും നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ, ഒരു കടയിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ലേബിളാണ് പരിശോധിക്കുന്നത്. അതിൽ എത്ര നാൾ വരെ ഉപയോഗിക്കാം ആ വസ്തു, അതിൻ്റെ ഗുണനിലവാരം നമ്മൾ നിശ്ചയിക്കുന്ന അതിലുള്ള കണ്ടൻറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ലേബലിലും നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് വിളയാണ്, ഏത് ഇനമാണ്, അതിൻ്റെ തൂക്കം, അതിൻ്റെ വിളയുടെ ശുദ്ധി. അപ്പം ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ്സ് എന്ന് പറഞ്ഞാൽ ആ വിത്തുകളിൽ നമ്മൾ മിനിമം ഒരു ഫിസിക്കൽ പ്യൂരിറ്റിയും അല്ലെങ്കിൽ ബീജാങ്കുരണ ശേഷി, ജെർമിനേഷൻ കപ്പാസിറ്റിയും ഉള്ളതായിരിക്കണം. സർട്ടിഫിക്കേഷനിൽ പറയുന്ന അത്രയും കണിശമായ നിബന്ധനകൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ ലേബിൾഡ് സീഡ്സിൽ മിനിമം ചില നിബന്ധനകളുണ്ട്. അതാണ് അങ്കുരണ ശേഷിയും അതുപോലെ തന്നെ എൻ്റെ ഫിസിക്കൽ പ്യൂരിറ്റി. വൃത്തിയുള്ളതും അങ്കുരണ ശേഷിയുമുള്ള വിത്തുകളായിരിക്കണം. നമ്മൾ ലേബലിൽ പറയുന്ന അതേ കാര്യം വിത്തുകളിലും ഉണ്ടാവണം. നമ്മൾ ഈ 3 പച്ചക്കറി വിളകളിലാണ് ഇനി വിത്ത് ഉൽപ്പാദനം എങ്ങനെ ചെയ്യാം എന്നുള്ളത്, സർട്ടിഫൈഡ് വിത്തുൽപ്പാദനം എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയാൻ പോകുന്നത്. തക്കാളി, വഴുതന, മുളക്. അതിൽ നമുക്കറിയാം, ഈ ഇനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്, പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഉണ്ട്. അതിൽ പ്രൈവറ്റ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറി ഇനങ്ങൾ ഇറക്കുന്നത്. അതിലും അവർ ഇറക്കുന്നത് കൂടുതലും ഹൈബ്രിഡ് ആയിട്ടുള്ള ഇനങ്ങളാണ്. ഞാനിവിടെ കൂടുതലും പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇനങ്ങളെക്കുറിച്ചാണ്. അതും ഹൈബ്രിഡ് ഇനങ്ങളല്ല, നമ്മൾ ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റീസ്, തുറന്നു പരാഗണം നടക്കുന്ന ഇനങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 സ്ഥാപനങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ IARI, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ മറ്റ് 2 സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന IIHR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച്, ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച്, വാരാണസിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം. ഈ 3 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കൂടുതലായും പച്ചക്കറിയിൽ ഇനങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക സർവകലാശാല ഇറക്കിയ ഇനങ്ങളെക്കുറിച്ചും ഞാൻ ഇവിടെ പറയുന്നത്. അതിലും മുഖ്യമായിട്ട് ഞാൻ പറയുന്നത് ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റീസിനെ കുറിച്ചിട്ട് തന്നെയാണ്. തക്കാളിയുടെ ഇനങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 തരം ഇനങ്ങളുണ്ട്. അതിൽ ഡിറ്റർമിനേറ്റ് വെറൈറ്റീസും ഇൻഡിറ്റർമിനേറ്റ് വെറൈറ്റീസ് എന്നും പറയും. ഡിറ്റർമിനേറ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ചെടികൾ ദീർഘമായിട്ടും വളരുന്നതല്ല. അതിൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച നിൽക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ കായ്ക്കില്ല. അപ്പം നമ്മൾ ഇതിനെ സാധാരണ ഫീൽഡിൽ തന്നെയാണ് നട്ടു വളർത്തുന്നത്, അതിനൊരു താങ്ങ് കൊടുക്കും. പക്ഷേ ഇൻഡിറ്റർമിനേറ്റ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ, അത് നമ്മൾ പന്തലിക്കുന്ന ഒരു തരം വെറൈറ്റികളാണ്. ആ വെറൈറ്റികളെ കുറിച്ചിട്ടല്ല ഞാനിപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. കൂടുതലും ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള വെറൈറ്റീസാണ്. അതിൽ തന്നെ മെച്ചപ്പെടുത്തിയ ഇനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സവിശേഷതകളുള്ള ഇനങ്ങളാണ്. നമ്മുടെ ബാക്ടീരിയൽ വാട്ടം എന്ന രോഗം പ്രതിരോധിക്കുന്ന പല ഇനങ്ങളും നമ്മുടെ സർവകലാശാല ഇറക്കിയിട്ടുണ്ട്. അതിൽ മനുപ്രഭ ഒരു വെറൈറ്റിയാണ്, അതിൽ കൂടുതൽ വലുപ്പമുള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ അന്യ വെറൈറ്റികൾ എന്ന് പറയുന്നത് ശക്തി, മുക്തി, അനഘ, പിന്നെ മനുലക്ഷ്മി, വെള്ളായണി വിജയ്. പിന്നെ റെയിൽ ഷെൽട്ടറിന് ഉപയോഗിക്കാവുന്ന ഒരു ഇനമാണ് അക്ഷയ എന്ന് പറയുന്നത്.
ബാക്ടീരിയൽ വാട്ടം എന്ന് പറഞ്ഞ ഈ രോഗം ഈ 3 വിളകളിലും കാണുന്ന ഒരു രോഗമാണ്. ഇത് മണ്ണിൽ കൂടെ വരുന്ന ഒരു രോഗമാണ്. അതിനെ പ്രതിരോധിക്കുന്ന ഒരു ഇനങ്ങളാണ് വഴുതനയിൽ സൂര്യ, ഹരിത, ശ്വേത, പൊന്നി എന്ന ഇനങ്ങൾ. പിന്നെ IARI ന്യൂഡൽഹി, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി ഇറക്കിയ ഒരു വെറൈറ്റിയാണ് പപ്പൂസ പർപ്പിൾ ക്ലസ്റ്റർ. ഇതൊരു പ്രത്യേകതര ഇനമാണ്. ഇതിൽ നമുക്കറിയാം വഴുതനയിൽ പുഷ്പിക്കുന്നത് ഒരു ക്ലസ്റ്ററായിട്ടോ അല്ലെങ്കിൽ ഒരു സിംഗിൾ പൂവായിട്ടോ ആണ്. ക്ലസ്റ്ററായിട്ട് പൂവിടുമ്പോൾ പലപ്പോഴും ഒരു ക്ലസ്റ്ററിൽ 2-3 പൂവേ അത് കായായിട്ട് മാറാറുള്ളൂ. പക്ഷേ ഈ ഇനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാ പൂക്കളും കായായിട്ട് മാറുന്നുണ്ട്. അതിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ നീളമുള്ള സ്റ്റൈലുള്ള കാരണം. അപ്പോൾ നമുക്ക് കാണാം വഴുതനയിൽ ഏതൊക്കെ തരം പൂക്കളാണ് ഉള്ളത്. ഈ വഴുതനയിൽ സാധാരണ നമ്മൾ കാണാറുള്ളത് 4 തരം പൂക്കളാണുള്ളത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന ഇത് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ആന്തറാണ്. അതിൻ്റെ സ്റ്റൈലാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ നടുക്ക് കാണുന്നത്. ഈ സ്റ്റൈലിൻ്റെ നീളം അനുസരിച്ചിട്ടാണ് പൂവുകൾ കായകളായി മാറുന്നത്. അതിൽ നമുക്ക് കാണാം ഇത് ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ഏറ്റവും ചെറിയ സ്യൂഡോ സ്റ്റൈൽഡാണ്, വളരെ ചെറിയതാണ് അതിൻ്റെ സ്റ്റൈല്. അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റൈൽഡ് എന്ന് പറഞ്ഞാൽ അതും ചെറിയ സ്റ്റൈലുകൾ തന്നെയാണ്. മറ്റ് 2 ചിത്രങ്ങൾ നമുക്ക് കാണാം ഒരു സ്റ്റൈല് ഈ ആന്തർ കോണിൻ്റെ പുറത്തേക്ക് നിൽക്കുന്നു, അതിൻ്റെ ലെവലിൽ തന്നെ നിൽക്കുന്നു. ഈ 2 തരം പൂക്കളാണ് കായ്കളായി മാറുന്നത്. ഈ പൂക്കൾ കൂടുതൽ ഉണ്ടാകുന്ന വെറൈറ്റികളിലാണ് നമുക്ക് കൂടുതൽ കായ് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ മുളകിൽ നമുക്ക് കാണാവുന്ന നമ്മുടെ കാർഷിക സർവകലാശാല ഇറക്കിയ പല ഇനങ്ങളാണ് ജ്വാല, ഉജ്ജ്വല, അനുഗ്രഹ എന്ന് പറഞ്ഞ. ഈ ഉജ്ജ്വല എന്ന് പറഞ്ഞ വെറൈറ്റി നമുക്ക് നോക്കാം. ഇതിൽ ഈ കായ്കൾ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലാണ്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകതയാണ് ഉജ്ജ്വല എന്ന് പറഞ്ഞ വെറൈറ്റി. നമ്മൾ വിത്തുകൾ ഇനങ്ങളെ കണ്ടു. ഇനങ്ങൾ നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള ഇനങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥലം, ഏത് തരത്തിലുള്ള സ്ഥലമാണ് ഈ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. അത് നമ്മൾ സാധാരണ പച്ചക്കറി വിള ഉൽപ്പാദിപ്പിക്കാൻ എടുക്കുന്നത് പോലെ തന്നെ ഇതിലും നല്ല ടെക്സ്ചറുള്ള മണ്ണുകൾ, ഭൂയിഷ്ഠമായ മണ്ണ് ഉള്ള സ്ഥലമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സർട്ടിഫൈഡ് സീഡ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ വോളണ്ടിയർ ചെടികൾ. ഇത് വിമുക്തമായിരിക്കണം നമ്മുടെ സ്ഥലം. വോളണ്ടിയർ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വിളയിൽ നിന്ന് സന്നദ്ധമായിട്ടുണ്ടാവുന്ന ചെടികളാണ്. സന്നദ്ധ സംഘടന എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉണ്ടാവുന്ന ചെടികളാണ്. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിലം ഉഴുതുമറിക്കുന്ന സമയത്ത് നമുക്കൊരു നന കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിത്തുകൾ മുളച്ച് ആ ചെടി പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ചെടികളെ നമ്മൾ പിഴുത് മാറ്റുക. പിന്നെ നമുക്ക് ഈ വിത്ത് ഉൽപ്പാദനത്തിനെടുക്കുമ്പം തക്കാളി, വഴുതന, മുളക് ഈ 3 വിളകൾ എടുക്കുമ്പോൾ അതിന് അനുയോജ്യമായ മണ്ണിനെ pH എന്ന് പറഞ്ഞാൽ 6 തൊട്ട് 7 ആണ് pH വേണ്ടത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും നമ്മുടെ ഉത്തര കേരളം ഉള്ള മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്ലത്വ സ്വഭാവമുള്ള മണ്ണുകളാണ്. അപ്പോൾ അതിനായിട്ടുള്ള പരിചരണ മുറകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് നമ്മൾ സ്ഥലം എടുക്കുമ്പോൾ തന്നെ. ഈ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറയുന്നത് സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെയുള്ള സമയമാണ്. നമ്മൾ ഞാൻ പറയുന്ന ജനുവരി, മാർച്ച്, മെയ്, ജൂൺ ഈ സമയങ്ങളിലും എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആ സമയത്ത് ഉള്ള അനുകൂല താപനിലയാണ്, ടെമ്പറേച്ചറാണ്. സാധാരണ വളർച്ചയ്ക്ക് ഒരു 16 തൊട്ട് 17 തൊട്ട് 30, 32 വരെയുള്ള ടെമ്പറേച്ചർ ആവാം. വഴുതന 32 വരെയുള്ള ടെമ്പറേച്ചർ ആവാം. ഏറ്റവും നല്ല ടെമ്പറേച്ചർ ഫ്രൂട്ട് സെറ്റിന് എന്ന് പറഞ്ഞാൽ 20 തൊട്ട് 25 വരെയുള്ള ടെമ്പറേച്ചറാണ്. കാരണം ആ സമയത്ത് അതിൽ കൂടുതൽ ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്കും പൂമ്പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യത, പൂകൾ കൊഴിഞ്ഞു വീഴുന്ന പ്രശ്നങ്ങളും പിന്നെ കായ്കൾ കൊഴിഞ്ഞു വീഴുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പരാഗണം. ജനിതക പരിശുദ്ധി ഉറപ്പുവരുത്താനുള്ള ഘടകം, ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് പരാഗണം. പരാഗണം നമുക്ക് സാധാരണ 2 രീതിയിലുള്ള പരാഗണമാണ്, പരപരാഗണം അല്ലെങ്കിൽ സ്വയം പരാഗണം.
അപ്പോൾ തക്കാളിയിൽ നമുക്ക് കാണാവുന്ന ഒരു സ്വയം പരാഗണം ഒരു 95% വരെ സ്വയം പരാഗണം നടക്കാറുണ്ട് അതിൽ. അപ്പം നമുക്ക് തക്കാളിയിൽ നമുക്ക് അധികം പേടിക്കാനില്ല, കാരണം അതിൽ സ്വയം പരാഗണം നടക്കുന്നതാണ്, പരപരാഗണം നടക്കാനുള്ള ഒരു ചാൻസ് വളരെ കുറവാണ്. പക്ഷേ വഴുതനയിലും മുളകിലും ഇത് വളരെ കൂടുതലാണ്. 36 അല്ല 48% വരെ അതിൽ സ്വാഭാവിക രീതിയിലുള്ള പരാഗണം, പ്രത്യേകിച്ച് കീടങ്ങൾ വഴി, തേനീച്ച വഴി ഇത് നടക്കാറുണ്ട്. അപ്പോൾ ഈ പരാഗണം നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ട് വ്യത്യസ്ത ഇനങ്ങൾ നമ്മൾ നടുമ്പോൾ നമ്മൾ തക്കാളിയിലോ അല്ലെങ്കിൽ വഴുതനയിലോ അല്ലെങ്കിൽ മുളകിലോ ഇത് മൂന്നിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യത്യസ്ത ഇനങ്ങൾ ഒരേ സമയത്ത് നമ്മൾ അടുത്തടുത്ത് നടാൻ പാടില്ല. നമ്മളൊരു അകലം പാലിക്കണം. അതിനാണ് ഐസൊലേഷൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തക്കാളിയിൽ സർട്ടിഫൈഡ് വിത്ത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ 25 മീറ്ററെങ്കിലും അകലം പാലിക്കണം. ഫൗണ്ടേഷൻ ആണെങ്കിൽ 50 മീറ്റർ, വഴുതനയിലാണെങ്കിൽ 150 മീറ്ററാണ് സർട്ടിഫൈഡ് വിത്തിന്, ഫൗണ്ടേഷൻ വിത്തിന് 300 മീറ്റർ. അതുപോലെ മുളകിനാണെങ്കിൽ 200 മീറ്ററും 400 മീറ്ററും. നമുക്ക് കാണാം രണ്ടും വഴുതനയും മുളകും എത്തുമ്പോഴത്തേക്കും നമ്മൾ അകലം കൂടുതലാണ്. കാരണം ഇതിൽ പരപരാഗണം കൂടുതലായിട്ട് നടക്കുന്ന കാരണമാണ് നമ്മൾ ഈ അകലം പാലിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് സ്ഥലപരിമിതമുണ്ട് ഇവിടെ കേരളത്തിൽ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നത്, നമുക്ക് സ്പേസ് ഐസൊലേഷന് പകരം ടൈം ഐസൊലേഷൻ എന്നുള്ള ഒരു പ്രക്രിയയും നമുക്ക് ഫോളോ ചെയ്യാം. ടൈം ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 വിത്തും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് നടാം. അപ്പോൾ അതിൽ പൂക്കുന്ന സമയം അത് ഓരോ ഇനത്തിൻ്റെ ദൈർഘ്യം അനുസരിച്ചിരിക്കും. അതിലെപ്പോഴാണ് ആദ്യത്തെ പൂവിടുന്നത് അതിൻ്റെ വ്യത്യാസം 2 ഇനങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് നടാം. 2 ഇനങ്ങൾ ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നടാം. ആദ്യം ഒരു ഇനം നട്ട് കഴിഞ്ഞാൽ അതിന് ഒരു 20 ദിവസമോ ഒരു 25 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഇനം നടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷെ കഴിവതും നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഒരേപോലെ 2 വ്യത്യസ്ത ഇനങ്ങളും അടുത്തടുത്ത് എടുക്കാണ്ടിരിക്കുന്നതാണ് വളരെ നല്ലത്. നിലമൊരുക്കൽ സാധാരണ രീതിയിൽ നമ്മൾ പച്ചക്കറി കൃഷി എടുക്കുമ്പോൾ തന്നെയുള്ള ആ പ്രക്രിയ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഉഴുതുമറിച്ച് കൃഷി ചെയ്യാൻ നമ്മൾ തയ്യാറാക്കും. അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ല അഴുകിയ ചാണകമോ കാലിവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചേർക്കാം. 100 കിലോഗ്രാം ഒരു സെൻറ്റിന് എന്ന തോതിലാണ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വിള പറിച്ച് നടുന്ന വിളകളായ കാരണം നമുക്ക് പ്രധാനപ്പെട്ട വയലുകളിലോ ഫീൽഡിലോ നമുക്ക് വരമ്പുകളോ ചാലുകളോ എടുക്കണം, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആഴമുള്ള ട്രെഞ്ചുകൾ എടുക്കാം. അത് നിർദ്ദിഷ്ടമായ അകലത്തിലാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ മണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അമ്ലത്വമുള്ള മണ്ണുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കുമ്മായപ്രയോഗം വളരെ ആവശ്യമാണ്. അത് പ്രത്യേകിച്ചും pH 5.5 താഴെയാണെങ്കിൽ നമ്മൾ കുമ്മായപ്രയോഗം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 5.5 തൊട്ട് 6.5 ആണെങ്കിൽ ഇത് കുമ്മായപ്രയോഗം ചെയ്യുന്നത് ഉചിതമാണ്. അത് 1 സെൻറ്റിന് 2 കിലോഗ്രാം എന്ന തോതിലാണ് നമ്മൾ 15 ദിവസം മുമ്പേ ഇത് മണ്ണിൽ ചേർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിളകൾ 3 വിളകളും പറിച്ചു നടുന്ന സ്വഭാവമുള്ള ട്രാൻസ്പ്ലാന്റിങ് ചെയ്യുന്ന വിളകളാണ്. അപ്പോൾ ഈ വിളകളുടെ നഴ്സറിയും കാര്യങ്ങളും അടുത്ത് വരുന്ന സ്പീക്കർ തനുജയാണ് പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ പോകുന്നത്. ഞാനിവിടെ മെയിൻ ഫീൽഡിലുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട വയലുകളിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം തക്കാളി, വഴുതന, മുളക് ഇതിൽ നമ്മൾ 1 സെൻറ്റിന് എന്ന തോതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വിത്തിൻ്റെ നിരക്ക് ഒരു 2 ഗ്രാമാണ് തക്കാളിയും വഴുതനയിലും. മുളകിൽ 4 ഗ്രാമാണ്. പിന്നെ ഇടയകലം നമുക്ക് പാലിക്കാവുന്നത് 60/60. വഴുതനയാണെങ്കിൽ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന വെറൈറ്റി ആണെങ്കിൽ 75/60, അല്ലെങ്കിൽ സാധാരണ വെറൈറ്റി ആണെങ്കിൽ 60/60. പിന്നെ മുളകിൽ 45/45 ഇടയകലമാണ് പാലിക്കേണ്ടത്. അപ്പോൾ ഇത്രയും അകലം പാലിക്കാൻ വേണ്ടി നമുക്ക് തക്കാളിയിലാണെങ്കിൽ 100 തൈകളും 90 തൈകളും, വഴുതനയിൽ അതുപോലെ തന്നെ മുളകിൽ 200 തൈകളുമാണ് ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ അടുത്തതായി വളപ്രയോഗം. ഇതിൽ വളപ്രയോഗം നമ്മൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഈ 3 1 സെൻറ്റിന് 300, 160, 100 ഈ തോതിലാണ് കൊടുക്കേണ്ടത് ഗ്രാം. അതിൽ നൈട്രജനും പൊട്ടാഷും നമ്മൾ സ്പ്ലിറ്റ് ഡോസിലാണ് കൊടുക്കുന്നത്. ഫോസ്ഫറസ് ഫുള്ളായിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നൈട്രജൻ 3 സ്പ്ലിറ്റ് ഡോസിൽ കൊടുക്കുമ്പം പറിച്ചു നടുന്നതിൻ്റെ മുമ്പേ കൊടുക്കുന്ന അടിവളമായിട്ട് കൊടുക്കുന്ന 1/2 ഡോസ് 150 ഗ്രാം. അതുപോലെ തന്നെ 1 മാസത്തിന് ശേഷം മേൽവളമായിട്ട് ഒരു 75 ഗ്രാം കൊടുക്കാം.
പിന്നെ 2 മാസത്തിന് ശേഷം, പറിച്ചു നട്ടുന്ന 2 മാസത്തിന് ശേഷം അടുത്ത 75 ഗ്രാം മേൽവളമായിട്ട് കൊടുക്കാം. പൊട്ടാഷ് ആണെങ്കിൽ നമ്മൾ 2 സ്പ്ലിറ്റ് ഡോസായിട്ട് കൊടുക്കും. അതിൽ ആദ്യത്തെ ഡോസ് 50 ഗ്രാം അടിവളമായിട്ടും രണ്ടാമത്തെ മേൽവളമായിട്ടും അത് പറിച്ചു നട്ട് 1 മാസത്തിന് ശേഷം, മറ്റേത് ആദ്യത്തെ ഡോസ് നമ്മൾ പറിച്ചു നടുന്നതിന് മുൻപായിട്ട് കൊടുക്കും. നമ്മൾ സാധാരണ പച്ചക്കറി വിളകളിൽ ചെയ്യാവുന്ന പരിപാലന മുറകൾ ഇവിടെയും പരിപാലിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന കളനിയന്ത്രണവും പിന്നെ ജലസേചനവും അതിനെപ്പറ്റി ഞാനിവിടെ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്കറിയാവുന്നതാണ് ആ കാര്യങ്ങൾ. വെള്ളത്തിൻ്റെ ആവശ്യവും അല്ലെങ്കിൽ ജലത്തിൻ്റെ ആവശ്യം വരുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഇറിഗേഷൻ കൊടുക്കണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തക്കാളി പോലെയുള്ള ഒരു വിളയിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്താൻ പാടില്ല. ഈ 3 വിളകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം അധികം കെട്ടി നിർത്താൻ പാടില്ല. അതുപോലെ തന്നെ ഈ വരണ്ട കാലാവസ്ഥ വന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുമ്പോൾ ഈ തക്കാളികൾ ഫ്രൂട്ട് ക്രാക്കിംഗ് എന്നുള്ള ഒരു പ്രതിഭാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അധികം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് സർട്ടിഫൈഡ് വിത്തിൽ നമ്മൾ ജനിതക സംശുദ്ധി ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ റോഗിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതിൽ ഈ റോഗിംഗ് എന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ വിള പരിശുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഓഫ് ടൈപ്പ് സസ്യങ്ങളും പിന്നെ വിത്ത് പകരുന്ന രോഗങ്ങളുള്ള സസ്യങ്ങളും നീക്കം ചെയ്യുന്നു. ഈ ഓഫ് ടൈപ്പ് സസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ യഥാർത്ഥ ഇനം അതിൽ നിന്ന് വ്യത്യസ്തമായ ചില ചെടികൾ ചിലപ്പം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള സ്വഭാവമുള്ള ചെടികളോ അല്ലെങ്കിൽ നമ്മൾ പഴത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഇലകളുടെ ആകൃതിയുടെ വ്യത്യാസമുള്ള ചെടികൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നീക്കം ചെയ്യണം. അത് 3 ഘട്ടത്തിലായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്കറിയാം, നമുക്ക് ചില ചെടികൾ ആദ്യം തന്നെ നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇലകളുടെ ചില ഇനങ്ങളിൽ ഇലകളുടെ സവിശേഷതയോ അതിൻ്റെ വളർച്ചയുടെ സവിശേഷത കൊണ്ട് നമുക്ക് ചില സമയത്ത് അതിനെ നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ പൂടുന്നതിന് മുന്നേ ഉള്ള ഘട്ടത്തിൽ നമ്മൾ അങ്ങനെയുള്ള ചെടികളെ നീക്കം ചെയ്യുന്നു റോഗിംഗ് വഴി. രണ്ടാമത്തെ റോഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കായ്ക്കാൻ ആരംഭിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കായുടെ ആകൃതി അങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റോഗിംഗ് ആണ് രണ്ടാമത്തെ റോഗിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫൈനൽ റോഗിംഗ് നമ്മൾ ചെയ്യുന്നത് കായ് പാകമായി വരുമ്പോൾ. ആ സമയത്ത് നമുക്ക് കായൻ്റെ വലുപ്പവും ആകൃതിയൊക്കെ വലുതാവുന്ന സമയത്ത് നമ്മൾ കൂടുതൽ നമുക്കത് വ്യത്യസ്തത അറിയാൻ പറ്റും. അങ്ങനെ ആ വ്യത്യസ്തത കൊണ്ട് നമുക്ക് വ്യത്യസ്തമായ ചെടികൾ നമ്മുടെ യഥാർത്ഥ ഇനത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെടികളെ നമ്മൾ നീക്കം ചെയ്യുന്നു. ഈ റോഗിംഗ് എന്നുള്ള പ്രക്രിയ വളരെ അനിവാര്യമായൊരു പ്രക്രിയയാണ് ചെയ്യേണ്ടത്. ഇത് സർട്ടിഫൈഡ് സീഡിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റോഗിംഗ്. ഈ സർട്ടിഫൈഡ് വിത്ത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഫീൽഡ് പരിശോധന എന്ന് പറയും. ആ ഒരു പ്രക്രിയ ഇവിടെയും നടത്തും. നമുക്കറിയാം, നമ്മൾ സ്കൂളുകളുടെയൊക്കെ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തുമ്പോൾ ഒരു DEOയുടെ ഒരു ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഫീൽഡിൻ്റെ പരിശോധന നമ്മൾ ചെയ്യാറുണ്ട്. സർട്ടിഫൈഡ് വിത്ത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ ഫീൽഡ് പരിശോധന ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മൾ 2 സ്ഥാപനങ്ങളുണ്ട്. സർട്ടിഫൈഡ് വിത്ത് കൊടുക്കുന്ന 2 സ്ഥാപനങ്ങളാണ്, നമ്മൾ പത്രം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് KSSDA എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. പിന്നെയുള്ളത് നമ്മുടെ കൃഷി വകുപ്പാണ്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ഫീൽഡ് പരിശോധന നടത്തുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ കുറിച്ചുള്ള സംശയങ്ങളോ ഒക്കെ ചോദിക്കണമെങ്കിൽ ആ പ്രക്രിയ തന്നെ ഒരു വലിയ പ്രക്രിയയാണ്. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് വേറെ ഒരു ക്ലാസ്സിൽ തന്നെ പറയാവുന്നതാണ്. അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ നിവാരണങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഫീൽഡ് പരിശോധന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇതിലുള്ളത്. ഈ ഫീൽഡ് ഇൻസ്പെക്ഷൻ ഈ 3 വിളകളിൽ സാധാരണ ചെയ്യുന്നത് ഞാൻ ആ റോഗിംഗ് പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് ഏതാണ്ട് ഈ 3 ഫീൽഡ് ഇൻസ്പെക്ഷനും വരുന്നത്. പൂവിടുന്നതിന് മുൻപേ ആദ്യത്തെ ഇൻസ്പെക്ഷൻ വരും. രണ്ടാമത്തെ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പൂവിട്ടതിന് ശേഷവും ഇളം പാകമായ കായകൾ ഉണ്ടാകുന്ന സമയത്താണ്, ഇമ്മച്വർ ആയിട്ടുള്ള ഫ്രൂട്ട് സ്റ്റേജിലുള്ള സമയത്താണ്. പിന്നെ മൂന്നാമത്തെ
സ്റ്റേജ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്കൾ നല്ലോണം പാകം വരുന്ന സമയത്താണ് മൂന്നാമത്തെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. ഈ 3 സ്റ്റേജിലും ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സീഡ് മിനിമം സീഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. നമ്മുടെ ഈ നെറ്റിൽ തന്നെ ഒരു വെബ് പോർട്ടലുണ്ട്. അതിൽ പറയുന്ന ഈ നിബന്ധനകളാണ് നമ്മൾ കേരളത്തിലും പാലിക്കുന്നത്. ആ നിബന്ധനകളാണ് പറയുന്നത് ഈ സർട്ടിഫൈഡ് സീഡും ഫൗണ്ടേഷൻ സീഡും ഉൽപ്പാദിപ്പിക്കുമ്പോൾ എത്രയാണ് ഓഫ് ടൈപ്പുകൾ ഉണ്ടാവേണ്ടതും എത്രയാണ് രോഗം പടർത്തുന്ന വിത്ത് പടർത്തുന്ന രോഗങ്ങളുള്ള ചെടികൾ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു മാനദണ്ഡമാണ് നമ്മൾ പറയുന്നത്. ഓഫ് ടൈപ്പ് സസ്യങ്ങൾ നമ്മൾ സർട്ടിഫൈഡ് സീഡ് ആണെങ്കിൽ ഒരു 0.2% ഉണ്ടാവാൻ പാടുള്ളൂ. 0.2% എന്ന് പറഞ്ഞാൽ ഒരു 1000 തൈകളിൽ 2 തൈകൾ അത്രയൊക്കെ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ രോഗങ്ങളുള്ള തൈകൾ എന്ന് പറഞ്ഞാൽ 0.5%. അപ്പോൾ 0.5% ഇപ്പോൾ ഒരു 1000 തൈകളിൽ ഒരു 5 തൈകളിലേ രോഗം ഉണ്ടാവാൻ പാടുള്ളൂ. ഇത്രയും നിർദ്ദിഷ്ടമായ മാനദണ്ഡങ്ങളാണ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡ് റിക്വയർമെൻറ്റ്സ് ആണ് നമ്മുടെ സർട്ടിഫൈഡ് സീഡ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വേണ്ടത്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ നിബന്ധനകൾ നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ചിലപ്പോൾ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വന്ന് ഇൻസ്പെക്ട് ചെയ്യുമ്പം നമുക്കൊരു റിപ്പോർട്ട് തരും, LFR ലയബിൾ ഫോർ റിജക്ഷൻ റിപ്പോർട്ട് എന്ന് പറയും. ആ റിപ്പോർട്ട് തരുന്ന സമയത്ത് നമ്മളോട് അവർ പറയും, അവർക്ക് കാണാൻ പറ്റുന്ന ചില ഓഫ് ടൈപ്പ് സസ്യങ്ങളോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലാണെങ്കിൽ അവരൊരു റിപ്പോർട്ട് തന്നിട്ട് പറയും, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ, അത് ശ്രദ്ധിച്ച് നീക്കിയതിന് ശേഷം നമുക്ക് സർട്ടിഫിക്കേഷൻ തരാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ലയബിൾ ഫോർ റിജക്ഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് തന്നതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം ഈ മാനദണ്ഡങ്ങൾ വളരെ നിർദ്ദിഷ്ടമായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുള്ള ഫീൽഡ് മാനദണ്ഡങ്ങൾ നമ്മൾ വളരെയധികം കർശനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ രോഗങ്ങളും കീടങ്ങളും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കാരണം അപ്പോൾ ഈ 3 വിളകളിലും കാണുന്ന പ്രത്യേകിച്ച് വിത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങളും വൈറസ് രോഗങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. പല രോഗങ്ങളും വരാറുണ്ട്, പക്ഷേ അതിൽ മെയിനായിട്ട് വരുന്ന രോഗങ്ങൾ ഇങ്ങനെ സീഡ് ബോൺ ഡിസീസസും ഇൻസെക്ട് പെസ്റ്റുമാണ് ഞാൻ പറയുന്നത് ഇവിടെ. അപ്പം വൈറസ് രോഗങ്ങളിൽ മഞ്ഞളിപ്പ് രോഗം കണ്ട ഉടനെ തന്നെ അങ്ങനെയുള്ള ചെടി വേരോടെ പിഴുതെടുത്ത് നശിപ്പിക്കണം. തക്കാളിയിൽ സാധാരണ കാണുന്ന ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ്, അത് പ്രധാനമായിട്ടും ഇലപ്പേന് വഴി ത്രിപ്സാണ് ഈ വൈറസിൻ്റെ വാഹകം. അതുവഴി പടരുന്ന രോഗമാണിത്. അതുപോലെ തന്നെ ടൊമാറ്റോ ലീഫ് കേൾ വൈറസ് എന്ന് പറഞ്ഞാൽ വെളുത്ത ഈച്ച വഴി പടരുന്ന ഒരു രോഗമാണ്. വിത്തിൽ നിന്ന് പകരുന്ന കുമിൾ രോഗങ്ങൾ, ഫംഗൽ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏർലി ബ്ലൈറ്റും ആന്ത്രാക്നോസുമാണ്. അതുപോലെ തന്നെ ടൊമാറ്റോ മൊസൈക്ക് വൈറസ്, ഇത് വിത്തിൽ നിന്ന് പകരുന്ന ഒരു വൈറസ് രോഗമാണ്. ഈ വൈറസ് രോഗങ്ങൾ പലപ്പോഴും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ വഴിയാണ് ഇത് പടരുന്നത്. അപ്പം പ്രധാനമായിട്ടും വെളുത്ത ഈച്ച അല്ലെങ്കിൽ ത്രിപ്സ്, ഇലപ്പേനുകൾ, ജാസിഡുകൾ വഴിയാണ് ഇത് പകരുന്നത്. പിന്നെ തക്കാളിയിൽ കാണുന്ന പ്രധാനപ്പെട്ട കീടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ ഫ്രൂട്ട് വേം അല്ലെങ്കിൽ ഇല തിന്നുന്ന കാറ്റർപില്ലർ എന്ന് പറയുന്ന പുഴുക്കളാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ വഴുതനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കാണുന്ന വൈറസ് രോഗം എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ലീഫ്. അതിൽ ചെടി കുരുടിച്ച് പോകും, ഇലകളുടെ ആകൃതിയൊക്കെ കുറഞ്ഞ് പോകുന്ന ഒരു വൈറൽ രോഗമാണ്. അതും ഈ മുഞ്ഞ വഴി അല്ലെങ്കിൽ ഇളത്തുളൻ വഴി പടരുന്ന ഒരു രോഗമാണ്. അതുപോലെ തന്നെ ഫോമോപ്സിസ് ഫ്ലൈറ്റും ഇലപ്പുള്ളി രോഗം, ഈ 2 രോഗങ്ങൾ വഴുതനയിൽ കാണുന്നത് ഇത് വിത്ത് വഴി പടരുന്ന രോഗമാണ്. വിത്തിൽ കൂടെയാണ് ഇത് പകരാൻ സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ ബാക്ടീരിയൽ വാട്ടം ഈ 3 വിളകളിലും കാണുന്ന ഒരു രോഗമാണ്. ബാക്ടീരിയൽ വാട്ടം വിത്തിൽ കൂടെയല്ല വരുന്നത്, അത് മണ്ണിൽ കൂടെ പകരുന്ന ഒരു രോഗമാണ്. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണ്. നമ്മൾ അതിൽ ഈ രോഗങ്ങളെയും കീടങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അത് എന്തൊക്കെ നടപടികളാണ്. വഴുതനയിൽ കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ ഫ്രൂട്ട് ആൻഡ് ഷൂട്ട് ബോറർ, കായം തണ്ട് തുരപ്പനും ആയിട്ടുള്ള പുഴുക്കളാണ് ഏറ്റവും അധികം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇല്ലാത്തുള്ളത്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള വഴുതനയിൽ കീടങ്ങൾ. അപ്പം മുളകിലെ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ആന്ത്രാക്നോസും ലീഫ് കേൾ വൈറസുമാണ് വിത്ത് വഴി വരുന്ന രോഗങ്ങളും.
ആന്ത്രാക്നോസ് ഒരു കുമിൾ രോഗമാണ്. അതുപോലെ ബാക്ടീരിയൽ വാട്ടം ഇതിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ രോഗങ്ങളെയും കീടങ്ങളെയും നമുക്ക് എങ്ങനെ നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മുറകളാണ് നമുക്ക് അവലംബിക്കേണ്ടത്, എങ്ങനെയാണ് സസ്യ സംരക്ഷണ മാർഗങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാണാം. മുളകിലെ കീടങ്ങളും നമുക്ക് പറയുന്ന മുഞ്ഞയും മണ്ടരികളുമാണ്. നമ്മൾ ഇതിൽ മുളകിൽ അധികമായിട്ട് കാണുന്ന ഈ കീടങ്ങളാണ്. നമുക്ക് കാണാം ഇതിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സസ്യ സംരക്ഷണ നടപടികൾ പാലിക്കാം. അത് രാസനിയന്ത്രണം വഴിയാണെങ്കിൽ അല്ലെങ്കിൽ ജൈവ നിയന്ത്രണം. അഭികാമ്യം നമ്മൾ പറയുന്നത് ഏറ്റവും ഉചിതം പറയുന്നത് ജൈവിക നിയന്ത്രണമാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് പറ്റിയില്ലെങ്കിൽ നമുക്ക് രാസനിയന്ത്രണത്തിലേക്ക് കടക്കാവുന്നതാണ്. രാസനിയന്ത്രണം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട വീര്യം കൂടിയുള്ള കീടനാശിനികളോ കുമിൾനാശിനികളോ അങ്ങനെയുള്ള ഉപയോഗിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളിയിൽ ഏർലി ബ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ബാവിസ്റ്റിൻ ഒരു 0.1% തളിക്കാം. പിന്നെ നമ്മൾ ജൈവ നിയന്ത്രണമാണ് എടുക്കുന്നെങ്കിൽ നമുക്ക് വിത്തിൽ ഇത് വരാണ്ടിരിക്കാനുള്ള ഒരു കരുതലെടുക്കാം. സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ച് ട്രൈക്കോഡെർമ 5 ഗ്രാം 1 കിലോ വിത്തിൽ പുരട്ടിയിട്ട് നമുക്ക് ഇതിനുള്ള നടപടിയെടുക്കാവുന്നതാണ്. പിന്നെ വഴുതനയിൽ ഫോമോപ്സിസ് ബ്ലൈറ്റ് ആണ്, അതിലും നമുക്ക് ബോഡോ മിശ്രിതം നമുക്ക് തളിക്കാം 1%. അതുപോലെ തന്നെ വിത്തിൽ നമുക്ക് പരട്ടാവുന്ന ഒരു രാസവസ്തുവാണ് തിറം എന്ന് പറഞ്ഞ്, അത് 2 ഗ്രാം 1 കിലോ വിത്തിൽ പുരട്ടാവുന്നതാണ്. തക്കാളി, വഴുതന ഈ മൂന്ന് വിളകളിലും നമ്മൾ വൈറസ് രോഗം പരത്തുന്ന നീട്ടി കുടിക്കുന്ന കീടങ്ങളെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അത് നമുക്ക് തയോമിത്താക്സോം എന്നുള്ള പറഞ്ഞ ഒരു കീടനാശിനി, ആ കീടനാശിനി നമുക്ക് ഒരു 12 ഗ്രാം ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് 1 ഏക്കറിന് അങ്ങനെയുള്ള ഒരു അളവിലാണ് നമ്മൾ എടുക്കാറ് സാധാരണ. അതുപോലെ തന്നെ മലത്തിയോൺ എന്ന് പറഞ്ഞ ഒരു ഏറ്റവും പച്ച ലേബലിലുള്ള ഒരു കീടനാശിനിയാണ്. 3 നിറത്തിലുള്ള ലേബിളുള്ള കീടനാശിനികളുണ്ട്: മഞ്ഞ, നീല, പച്ച. അപ്പം നമ്മൾ കഴിവതും നീലയും പച്ചയും ലേബലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുക. അതിൽ മെലത്തിയോൺ പച്ച നിറത്തിലുള്ള ലേബലുള്ള ഒരു കീടനാശിനിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്ന ജൈവ കീടനാശിനികളോ കുമിൾനാശിനികളോ ജൈവിക വഴി നമ്മൾ നിയന്ത്രണം വരുത്താവുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി സത്ത് ഇമൾഷൻ യൂസ് ചെയ്യാം 2%. വേപ്പെണ്ണ എമൽഷൻ 6.6% വേപ്പെണ്ണ എമൽഷൻ ഈ രോഗം പടർത്തുന്ന കീടങ്ങളെ തുരത്താൻ ഉപയോഗിക്കാവുന്ന ഒരു ജൈവിക നിയന്ത്രണമാണ്. അതുപോലെ തന്നെ തക്കാളിയും വഴുതനയും കാടുന്ന ഈ ഫ്രൂട്ട് വേമും പിന്നെ കായതുരപ്പൻ, തണ്ട് തുരപ്പൻ, പുഴു, അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കീടനാശിനിയാണ് ക്ലോറൻട്രിനിലിപ്പോൾ. ഇതൊരു നീല നിറം ലേബലുള്ള കീടനാശിനിയാണ്. ഇതും നമ്മൾ ഒരു 12 ഗ്രാം നിർദ്ദിഷ്ട കോൺസെൻട്രേഷൻ പ്രകാരം തന്നെ നമ്മളിത് ഉപയോഗിക്കാമോ. 1 ഏക്കറിൽ 12 ഗ്രാം സജീവ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് നിരക്കിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് ജൈവിക നിയന്ത്രണം നമുക്ക് വെളുത്തുള്ളി മുളക് സത്ത് അല്ലെങ്കിൽ പിന്നെ വേപ്പിൻ കുരു സത്ത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കീടങ്ങളെ നിയന്ത്രിക്കാവുന്നതാണ്. അതുപോലെ മുളകിൽ കാണുന്ന മൈറ്റുകൾ അല്ലെങ്കിൽ മണ്ഡരികൾ, അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന സ്പൈറോമെസഫിൻ എന്നുള്ള ഒരു കീടനാശിനി ഉപയോഗിച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി ഇമൽഷൻ നമുക്ക് ജൈവികമായിട്ട് നിയന്ത്രണം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിൽ ഈ വേപ്പെണ്ണ വെളുത്തുള്ളി ഇമൽഷനാണ് 2% ഉപയോഗിക്കാവുന്നത്. നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടത് ഏതൊക്കെ രീതിയിൽ നമ്മൾ സസ്യ സംരക്ഷണം നടത്താം, വിള പരിപാലനം ഏതൊക്കെ രീതിയിൽ നടത്താം. നമ്മൾ പച്ചക്കറി വിളവെടുക്കുന്ന പച്ചക്കറി കൃഷി ചെയ്യുന്ന അതേ മുറകൾ തന്നെയാണ് ഇവിടെയും പരിപാലിക്കേണ്ടത്. പ്രത്യേകിച്ച് വിത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ കൂടുതൽ ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വിളവെടുപ്പെടുക്കുമ്പോൾ നമ്മൾ വിത്തിന് വേണ്ടിയിട്ടാണ് വിളവെടുക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ വിത്തിന് വിളവെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പഴങ്ങൾ, ഇങ്ങനെയുള്ള ഫ്രൂട്ടുകളാണ് നമ്മൾ എടുക്കേണ്ടത്, എപ്പോഴാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ 3 വിളകളിലും സാധാരണ രീതിയിൽ ആദ്യത്തെ ഈ 3 പച്ചക്കറികളിലും നമ്മൾ വിളവെടുപ്പ് പല സമയത്തായിട്ടാണ് എടുക്കുന്നത്. ഒരേ സമയത്ത് നമ്മളെല്ലാം കൂടെ വിളവെടുപ്പെടുക്കാറില്ല. അത് നെല്ലിലൊക്കെ ചെയ്യുന്ന പോലെയല്ല, ഇതിൽ പല സമയത്താണ് എടുക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യത്തെയും ഏറ്റവും അവസാനത്തെയും വിളവെടുപ്പിൽ നമ്മൾ സാധാരണ പച്ചക്കറികൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇടയിലുള്ള ഇപ്പോൾ 6 തൊട്ട് 7 വരെ ഒരു വിളവെടുപ്പ് കിട്ടുവാണെങ്കിൽ നമ്മൾ ആദ്യത്തെയും 7ാമത്തെയും വിളവെടുപ്പ് നമ്മൾ വിത്തിന് ഉപയോഗിക്കാറില്ല. അതിൻ്റെ ഇടയിലുള്ള വിളവെടുപ്പാണ് നമ്മൾ വിത്തിന് ഉപയോഗിക്കുന്നത്.
വിത്തിന് ഉപയോഗിക്കുമ്പോൾ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെയാണ് പഴങ്ങൾ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ തക്കാളി ആണെങ്കിൽ നല്ല ഒരു ചുവന്ന പഴുത്ത സ്റ്റേജാണ് നമ്മൾ റെഡ്. അപ്പോൾ തക്കാളികൾക്ക് തന്നെ സ്റ്റേജുകൾ പറയുന്നുണ്ട്. അതിൽ റെഡ് സ്റ്റേജാണ് നമ്മൾ പറയുന്നത്. അതുപോലെ വഴുതനങ്ങളാണെങ്കിൽ ഒരു 45 ദിവസം പൂവിട്ടതിന് ശേഷം ഏതാണ്ട് ഈ ഒരു കളറിലുള്ള ഒരു ഫ്രൂട്ടുകളാണ് ഉണ്ടാവാറ്. അപ്പം നമുക്ക് ഈ ഇനങ്ങളുടെ ദൈർഘ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് നിശ്ചയിക്കുന്നത്. പക്ഷേ ഫ്രൂട്ടിൻ്റെ നിറം, ഇങ്ങനെയുള്ള ഫ്രൂട്ടിൻ്റെ നിറമുള്ള ഫ്രൂട്ടിൻ്റെ നിറം കണ്ടതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ വിത്ത് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. മുളക് ആകുമ്പോഴും ചുവന്ന നിറമുള്ള പഴുത്ത പഴങ്ങളാണ് നമ്മൾ വിത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വിത്ത് നമുക്ക് വേർതിരിച്ചെടുക്കണം. വിത്ത് വേർതിരിച്ചെടുക്കണം നമുക്ക് ചെറിയ സ്കെയിലിലാണ്, സ്മോൾ സ്കെയിൽ കൾട്ടിവേഷൻ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് കൈകൊണ്ട് പല മാർഗങ്ങളാലും, പ്രത്യേകിച്ച് നമുക്ക് ഒരു മാർഗം ഒരുമ്പിക്കാവുന്നത് നമ്മൾ ഈ വിത്ത് ക്രഷ് ചെയ്തിട്ട്, ഈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ആ വിത്ത് ഈ പൾപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനൊരു മാർഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫെർമെൻറ്റേഷൻ മെത്തേഡ്. ഫെർമെൻറ്റേഷൻ മെത്തേഡ് ഏറ്റവും ചിലവ് കുറഞ്ഞൊരു മെത്തേഡാണ്. പക്ഷെ അതിൻ്റേതായ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൻ്റേതായ ചില ഈ ഫെർമെൻറ്റേഷൻ വഴി എടുക്കുന്ന വിത്തുകളിൽ പലപ്പോഴും നമുക്ക് ചില നിറം മങ്ങലുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അതിൽ ചിലപ്പം പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൽ നമുക്ക് സീഡ് റിക്കവറി എന്ന് പറയുന്നതും കുറവാണ് കിട്ടുന്നത്. ഒരു 0.5 തൊട്ട് 0.6% റിക്കവറി കിട്ടാറുള്ളൂ. പക്ഷേ നമുക്ക് ആ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കാമെന്നാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഫ്രൂട്ട് ക്രഷ് ചെയ്തിട്ട് അതിനെ നമ്മൾ ചതച്ചിട്ട് വെള്ളത്തിൽ ഒരു 24 തൊട്ട് 48 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് അതിനെ 3-4 തവണ നല്ല പൾപ്പ് എല്ലാം അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് 3-4 തവണ കഴുകി നമ്മൾ വേർതിരിച്ചെടുക്കും. ഇങ്ങനെയുള്ള വിത്തുകളെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത് ആസിഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. നമ്മൾ ഈ മാനുവലായിട്ട് ക്രഷ് ചെയ്യുന്നതിന് പകരം നമുക്ക് വലിയ സ്കെയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്രഷർ യൂസ് ചെയ്യാം. ക്രഷർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് 2 തൊട്ട് 3 മില്ലി ഹൈഡ്രോക്ലോറിക് ആസിഡ് 1 കിലോ വിത്ത് അതിൻ്റെ അത്രയും അളവിൽ തന്നെ വെള്ളം, ആ ഒരു അളവിലെടുത്തിട്ട് അതിൽ 2-3 തുള്ളി നമുക്ക് മില്ലി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വിത്ത് പൾപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 3 തൊട്ട് 4 തവണ നല്ലോണം കഴുകി ആ ഒരു ആസിഡിൻ്റെ ഒരു റെസിഡുവൽ അംശം അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേഷൻ, നമ്മൾ എത്ര നേരം വെക്കുന്നു, അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ ആസിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിത്ത് വേർതിരിച്ചിരുന്നത്. അതുപോലെ തന്നെ വഴുതനയിലും ഇതേ രീതി നമുക്ക് അവലംബിക്കാവുന്നതാണ്. അവിടെ കുറച്ച് വ്യത്യാസം വരുന്നത്, നമുക്ക് ഇത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു എക്സ്ട്രാക്ടറാണ്, സീഡ് എക്സ്ട്രാക്ടർ. നമ്മൾ ഈ സീഡ് എക്സ്ട്രാക്ടർ വഴിയാണെങ്കിൽ നമുക്ക് അതിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതിലും ഉപയോഗിക്കാം. 3 തൊട്ട് 5 മില്ലി ഹൈഡ്രോക്ലോറിക് ആസിഡ് 1 കിലോ വിത്ത് അളവിന് ഈ ഒരു കണക്കിനാണ് 10 തൊട്ട് 15 മിനിറ്റ്. ഈ പറയുന്ന സമയവും കോൺസെൻട്രേഷനും വളരെ നമുക്ക് എത്രയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ആസിഡ് ഉപയോഗിക്കുമ്പോൾ. അതുപോലെ നമ്മൾ മുളകിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 മെത്തേഡുണ്ട്. വെറ്റ് മെത്തേഡും ഉണ്ട്, ഡ്രൈ മെത്തേഡ്. ഡ്രൈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുളകിനെ ആദ്യം, ഈ നല്ല പഴുത്ത മുളകിനെ 1-2 ദിവസം തണലിൽ ഉണക്കിയിട്ട് പിന്നെ അതിനെ വെയിലത്ത് ഉണക്കിയിട്ട് നമ്മൾക്ക് അത് കൈകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതൊരു ചാക്കിലിട്ട് മുളക് കൊണ്ട് തല്ലി ഈ വിത്തിനെ വേർതിരിച്ച് പാറ്റി നമ്മൾ വൃത്തിയാക്കിയെടുക്കുന്നു. അല്ലെങ്കിൽ നമുക്കൊരു സീഡ് എക്സ്ട്രാക്ടർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡ്രൈ മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് വെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണങ്ങാത്ത മുളകൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു മെഷീനിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ട് അതിനെ വിത്തിനെയും പൾപ്പിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ട് അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോഴും നമുക്ക് ഒരു കാര്യം ചെയ്യുന്നതാണ്, ലൈറ്റായിട്ടുള്ള സീഡ് മുകളിൽ പൊങ്ങി വരുമ്പം അതിനെയൊക്കെ മാറ്റി വേർതിരിച്ചെടുക്കാം. നല്ല വിത്തുകൾ മാത്രം, മുങ്ങി കിടക്കുന്ന വിത്തുകൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഈ കിട്ടിയ വിത്തുകൾ ഇങ്ങനെ നമ്മൾ ഈ പ്രക്രിയകളിലൂടെ വേർതിരിച്ച വിത്തുകൾ നമുക്ക് ഇനിയും ഉണക്കണം. അപ്പോൾ ഇത് വിത്ത് സംസ്കരണം എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഈ വിത്ത് ഉൽപ്പാദിപ്പിക്കുമ്പം ഈ വിത്ത് സംസ്കരണം വളരെ പ്രധാനപ്പെട്ട ഒരു
ഘടകമാണ് അതിൽ. അപ്പോൾ വേർതിരിച്ചെടുത്ത വിത്തുകൾ നമ്മൾ ഉണക്കണം. ഉണക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൻ്റെ അടിയിൽ നമ്മൾ വെക്കരുത്. പ്രത്യേകിച്ച് 12 to 3 മണിയുള്ള സമയം, അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ നേരിട്ട് സൂര്യൻ്റെ വെയിലത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ കൂടുതലും നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്, നേരിട്ട് വെയിലത്ത് വെക്കാണ്ട് ഉണക്കിയെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഡ്രയറൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ചില പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം ഡ്രയർ ഉപയോഗിക്കാൻ. അപ്പോൾ ഈ വിത്ത് ഉണക്കുമ്പോൾ നമുക്ക് വേണ്ടത്, നമ്മൾ ഏത് രീതിയിലാണ് ഈ വിത്ത് നമ്മൾ പാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചാക്കിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ചാക്കിലോ ഒക്കെ ആണെങ്കിൽ ഒരു 10% വരെയുള്ള അതിൽ ഈർപ്പമുണ്ടാവാം, നമുക്ക് അങ്ങനെ വിത്ത് സൂക്ഷിക്കുന്നതെങ്കിൽ. അതേസമയം നമ്മൾ വിത്ത് ചെറിയ പാക്കറ്റുകളിൽ, അലുമിനിയം ഫോയിൽ പോലത്തെ പാക്കറ്റുകൾ അല്ലെങ്കിൽ വേപ്പർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ അതിൻ്റെ ഈർപ്പം 6 to 8% വരെ ആകാൻ പാടുള്ളൂ. അത്രയും വരെ അതിൻ്റെ ഈർപ്പം കുറയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ നല്ല ഗുണമേന്മയുള്ള വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഗ്രേഡിങ് ചെയ്തുള്ള വിത്തുകളായിരിക്കണം, നമ്മൾ വലുപ്പമുള്ള വിത്തുകൾ. അപ്പോൾ നമ്മൾ ഈ 3 വിത്തുകൾ അരിപ്പ കൊണ്ട് അരിക്കുന്ന, നമ്മൾ ആ ഫീൽഡ്, നമ്മൾ സീഡ് പ്രോസസ്സിങ് മെഷീൻസ് ഉണ്ടാവുമല്ലോ, അതിലുള്ള അരിപ്പകളുടെ ഒരു ഇങ്ങനെയാണ് വയർ മെഷ് സ്ക്രീനുകൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. 10x10 തക്കാളിയിൽ, വഴുതനയിൽ 12x12, മുളകിൽ 8x8 ഈ സ്ക്രീൻ മെഷുകളോ അരിപ്പകളാണ്. ഈ സൈസിലുള്ള മെഷുകളാണ് നമ്മൾ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. വിത്ത് സംസ്കരണം നമ്മൾ ചെയ്ത് വിത്ത് വൃത്തിയാക്കി ഈ നിലയിലുള്ള വിത്ത് നമ്മൾ കിട്ടിയതിന് ശേഷം അവിടെ തീർന്നില്ല കാര്യം. ഈ വിത്തുകൾ പിന്നെയും അടുത്ത ഈ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഈ വിത്തുകൾ ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യും, വിത്ത് ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറിയിൽ. അപ്പോൾ വിത്ത് ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പം ശുദ്ധമായ വിത്ത് കുറഞ്ഞത് നമുക്ക് ഉണ്ടാവേണ്ടത് 98% ശുദ്ധമായ പ്യൂരിറ്റി ഉണ്ടായിരിക്കണം. ഞാൻ ജനറ്റിക് പ്യൂരിറ്റിയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. സർട്ടിഫൈഡും ഫൗണ്ടേഷൻ സീഡും ജനറ്റിക്കൽ പ്യൂരിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫൗണ്ടേഷൻ സീഡ് ആണെങ്കിൽ അതിന് 99% ജനറ്റിക് പ്യൂരിറ്റി, സർട്ടിഫൈഡ് സീഡ് ആണെങ്കിൽ 98% ജനറ്റിക് പ്യൂരിറ്റിയാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ നമ്മൾ ഫിസിക്കൽ പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ 98% ഫിസിക്കൽ പ്യൂരിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ ഇനേർട്ട് മാറ്റർ 2% പരമാവധി ഉണ്ടാവുള്ളൂ, മാക്സിമം. പിന്നെ അതിൽ മറ്റ് വിളകളുടെ വിത്തുകൾ, തക്കാളിയിൽ പറയുമ്പോൾ ഒരു 5 എണ്ണമേ ഉണ്ടാവുള്ളൂ 1 കിലോ വിത്തിൽ. അതുപോലെ സർട്ടിഫൈഡ് സീഡ് ആണെങ്കിൽ 10 എണ്ണം വരെ ആവാം പരമാവധി. വഴുതനയിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മുളകിനും തക്കാളിയുടെ പോലെ തന്നെ 5 എണ്ണവും 10 എണ്ണവും ഫൗണ്ടേഷൻ സർട്ടിഫൈഡ് സീഡുകളിൽ, 1 കിലോ സർട്ടിഫൈഡ് സീഡുകളിൽ അത്രയും വരെ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ അന്യകള വിത്തുകൾ, അതിൻ്റെ പരമാവധി എണ്ണം 5ഉം 10ഉമാണ് മുളകിൽ. അതുപോലെ തക്കാളിയും വഴുതനയും ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ബീജാങ്കുരണ ശേഷി ഇതിൽ 70% വഴുതനയിലും തക്കാളിയിലും ഉണ്ടായിരിക്കണം. അതുപോലെ മുളകിൽ 60% പ്രതിപാദിക്കുന്നത് ഈ മാനദണ്ഡം. പിന്നെ ജലാംശം, ഈർപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരമാവധി 8% നമ്മൾ സാധാരണ പാക്കിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേപ്പർ പ്രൂഫ് കണ്ടെയ്നറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 6% ഈർപ്പമേ ഉണ്ടാകാൻ പാടില്ല. ഈ മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിത്ത് ഉൽപ്പാദനമാണ് സർട്ടിഫൈഡ് വിത്ത് ഉൽപ്പാദനം. നമ്മൾ സാധാരണ ഈ സർട്ടിഫൈഡ് രീതിയിലല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ട്രൂത്ത്ഫുള്ളി ലേബിൾഡ് സീഡ്സ് ആണ്. അതിൽ നമ്മൾ സാധാരണ പാലിക്കേണ്ട ചില മുറകൾ, ഞാൻ ഈ പറഞ്ഞ മുറകൾ തന്നെ പാലിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ ഈ ബീജാങ്കുരണവും അതുപോലെ തന്നെ മിനിമം ആയിട്ടുള്ള ഫിസിക്കൽ പ്യൂരിറ്റിയും അതിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഈ 3 വിളകളിൽ വിത്ത് ഉൽപ്പാദിപ്പിക്കാം ഈ മുറകളൊക്കെ പാലിച്ചുകൊണ്ടുകൊണ്ട്. ഞാൻ ഇതിലെ നഴ്സറിയും കാര്യങ്ങളും പറ്റി ഞാൻ ഇതിലധികം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത് തനുജയാണ്. ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന തനുജയാണ് ഇതിൽ
ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടത് ഗുണനിലവാരമുള്ള വിത്തുകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നാണ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗുണനിലവാരമുള്ള പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. നമുക്കറിയാം ഏകദേശം നമ്മുടെ കേരളത്തിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയുടെ 1/3 ഭാഗം മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ വെള്ളപ്പൊക്കം കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ വേറെ ഒരു കോവിഡ് സ്ഥിതി വിശേഷത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ആഹ്വാന പ്രകാരം എല്ലാ വീടുകളിലും തന്നെ ഏകദേശം പച്ചക്കറി കൃഷികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ചെറിയ രീതിയിൽ നമ്മൾ പച്ചക്കറി കൃഷി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന വിത്തുകൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, വളരെയധികം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഓരോ വിത്തും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വിത്തുകൾ നമ്മൾ ചെറിയ ചെറിയ പേപ്പർ കപ്പുകളിലോ അല്ലെങ്കിൽ ചെറിയ ഗ്രോ ബാഗുകളിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് ഒന്നിച്ചോ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും കുറച്ച് ഭാഗത്ത് കുറച്ച് മണ്ണ് ചാണകപ്പൊടിയൊക്കെ കൂട്ടിയിട്ടിട്ട് ഒരു ബെഡ് പോലെ എടുത്തിട്ട് അതിൽ പാകിയോ ഒക്കെയാണ് നമുക്ക് മാറ്റി നടുവാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറി തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ പറഞ്ഞൊരു മെത്തേഡ് നമുക്ക് ഒരിക്കലും ഒരു ലാഭമായി കിട്ടില്ല. കാരണം ഓരോന്നിലും നമ്മൾ നിറയ്ക്കാനെടുക്കുന്ന മാധ്യമം വളരെ കൂടുതലായിട്ട് വേണ്ടി വരും. പിന്നെ അതുപോലെ നമ്മൾ ഇടുന്ന എല്ലാ വിത്തുകളും ചിലപ്പം മുളച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ 2 രീതിയിലാണ് നമ്മൾ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഒന്ന് നേഴ്സറികളിലും, രണ്ടാമത് പ്രോട്രേകളിലും. ഈ 2 രീതിയിലായിരുന്നാൽ തന്നെയും അത് ഏതെങ്കിലും പ്രൊട്ടക്റ്റഡ് കണ്ടീഷനിൽ, ഏതെങ്കിലും ഒരു സംരക്ഷിതമായ സ്ഥലത്ത്, അതായത് ഒരു മഴമറയിലോ അല്ലെങ്കിൽ ഒരു പോളി ഹൗസിലോ അല്ലെങ്കിൽ ഒരു പോളി ടണലിലോ വെച്ചിട്ട് വേണം നമ്മൾ വളർത്തിയെടുക്കാൻ. നേഴ്സറികളിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു പ്രൊട്ടക്റ്റഡ് കണ്ടീഷനിൽ, ഒരു മഴമറയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നീളത്തിലും വീതിയിലും ഒരു ഉയർന്ന ബെഡ് നമ്മൾ എടുത്തു വെക്കും. ഒരു 10 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഉയർന്ന ബെഡുകൾ ആദ്യം തയ്യാറാക്കും. ഈ ബെഡുകൾ തയ്യാറാക്കുന്നതിന് നമ്മുടെ മേൽമണ്ണ്, നമ്മുടെ നന്നായിട്ട് ഉണക്കി പൊടിച്ച ചാണകപ്പൊടി, പിന്നെ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ്, ഇത് 3ഉം ചേർന്ന മിശ്രിതം ഈക്വലായിട്ട് എടുത്തിട്ട് ബെഡുകൾ നമ്മൾ തയ്യാറാക്കും. എന്നിട്ട് ആ ബെഡുകളിൽ ഒരു 10 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു 2 സെൻറ്റിമീറ്റർ ആഴമുള്ള ചെറിയ ചാലുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് വിത്തുകൾ അതിലിടുന്നത്. ചെറിയൊരു കമ്പ് തന്നെ ഉപയോഗിച്ചാൽ മതിയാവും. ഇതുപോലുള്ള ചെറിയ ചാലുകൾ എടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകൾ പാകി ചെറിയൊരു നന കൊടുത്ത് നമുക്ക് തൈകൾ വളർത്തിയെടുക്കാം. അപ്പോൾ ഈ വലത് ഭാഗത്ത് കാണുന്നത് അങ്ങനെ പാകിയിട്ട് ഉയർന്നു വന്ന തൈകളാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ ഓരോ ചെറിയ ചെറിയ തൈകളും തമ്മിൽ വളരെയധികം മത്സരമാണ്. കാരണം എല്ലാം വളരെ അടുത്ത് കൂടി നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരം കാരണം അരികു ഭാഗത്തിലുള്ള പല തൈകളും വലിപ്പം കൂടുതൽ വന്നിട്ടില്ല. ഏകദേശം ഒരു നടുക്ക് നിൽക്കുന്ന ചെടികളൊക്കെ വളരെ നന്നായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ അരികു പോർഷനിലുള്ള വിത്തുകളൊന്നും ചിലപ്പോൾ മുളച്ചിട്ടുണ്ടാകില്ല. അഥവാ മുളച്ചാൽ തന്നെ ആവശ്യമായിട്ടുള്ള മാറ്റി നടുവാൻ ആവശ്യമായിട്ടുള്ളൊരു സൈസിന് എത്തിയിട്ടുണ്ടാകില്ല. അപ്പോൾ നമ്മൾ നേരത്തെ വിത്തുൽപാദനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ഓരോ മാനദണ്ഡങ്ങൾ പാലിച്ച് അത്രയും ക്ഷമയോട് കൂടിയിട്ടാണ് വിത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ സങ്കരയിനം വിത്തുകളാണെങ്കിൽ കൂടിയും നമ്മൾ വാങ്ങുമ്പോൾ നമുക്കറിയാം ഒത്തിരി വില കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നഴ്സറികളിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു വിത്ത് പോലും നമുക്ക് പാഴാക്കി കളയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത്. പ്രോട്രേകളെന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിലുള്ള ചെറിയ ചെറിയ കള്ളികളുള്ള ട്രേകളാണ്. പല വലിപ്പത്തിലും പല ആകൃതിയിലുമുള്ള പ്രോട്രേകൾ നമുക്കിന്ന് ലഭ്യമാണ്. ഈ പ്രോട്രയിലെ ഓരോ കള്ളികളിലും നമുക്ക് ആവശ്യമായിട്ടുള്ള മാധ്യമം നിറച്ച് ഓരോ വിത്തും സസൂക്ഷ്മം ഇട്ട് നമുക്ക് പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കറി തൈകളുടെ സ്വഭാവ സവിശേഷതകൾ എന്തെന്ന് നോക്കാം. അപ്പോൾ നട്ട് വരുമ്പോൾ തന്നെ നേരത്തെ പടത്തിൽ കണ്ടതുപോലെ ഏകദേശം ഒരേപോലെ ആയിരിക്കും അതിൻ്റെ വളർച്ചയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ മാറ്റി നടുകയാണെങ്കിൽ എല്ലാ ചെടികളും ഒരേ സമയത്ത് പൂവിടുകയും കായ്ക്കുകയും അതിൻ്റെ പഴങ്ങൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ പ്രോട്രേകളിൽ പച്ചക്കറി തൈകൾ വെച്ചാൽ അതിൻ്റെ ഗ്രോത്ത് യൂണിഫോം ആകും, അല്ലെങ്കിൽ വളർച്ച ഒന്നാകും എന്നതാണ് ഒന്നാമത്തെ സവിശേഷത. പിന്നെ ആദ്യം പറഞ്ഞൊരു അപാകതയാണ് നമ്മൾ നേഴ്സറികളിൽ നടുമ്പോൾ തൈകൾക്കിടയിൽ ഭയങ്കര മത്സരം വരും.
അപ്പോൾ ഈ പ്രോട്രേകളിൽ നമ്മൾ ഓരോ കള്ളികളിലുമാണ് നടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വിത്തും ഓരോ കള്ളികളിൽ നമ്മൾ ഇടുന്നത് കൊണ്ട് തൈകൾക്കിടയിൽ ഒരു മത്സരവും ഉണ്ടാകില്ല. ഓരോ തൈകൾക്കും ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും അതാത് മാധ്യമത്തിൽ നിന്ന് അതിന് കിട്ടിക്കോളും. പിന്നെ ഉണ്ടാകുന്നൊരു കാര്യം, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ സ്ഥലപരിമിതി വളരെ നന്നായിട്ടുണ്ട്. അപ്പം പല കർഷകരും പാട്ടത്തിനൊക്കെ എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ അവർ മാക്സിമം എത്രയെങ്കിലും വിളകൾ ചെയ്ത് തീർക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിത്ത് നട്ട് അത് തൈയായി വരുന്ന ഒരു 1-1.5 മാസക്കാലം ലാഭിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രോട്രയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് പ്രൊട്ടക്റ്റഡ് കണ്ടീഷനിൽ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിച്ച് വയ്ക്കാം. അതേസമയം ആൾക്ക് വയലിൽ മുൻപിട്ട വിളയുടെ ഹാർവസ്റ്റും നടത്താം, അതോടൊപ്പം മണ്ണ് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രോട്രയിലാക്കി വെച്ചിരിക്കുന്ന തൈകൾ ഡയറക്റ്റായിട്ട് വയലിൽ വെക്കാൻ പറ്റും. അപ്പോൾ ആ വയലിലുള്ള വിളയുടെ ആ ദൈർഘ്യം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ സങ്കരയിനം വിത്തുകളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്കറിയാം ഒരു വിത്തിന് തന്നെ ചിലപ്പോൾ 5 രൂപയോ 10 രൂപയോ ഒക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ ആ ഓരോ വിത്തും നമ്മൾ സസൂക്ഷ്മമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രോട്രയിലാണെങ്കിൽ അതൊരു പ്രോബ്ലമായിട്ട് വരില്ല. പിന്നെ ഉള്ളൊരു ഗുണമാണ്, നമ്മളിപ്പോൾ നഴ്സറികളിലൊക്കെ ആണെങ്കിലും നമുക്ക് മണ്ണ് വഴി രോഗങ്ങൾ തൈകളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ പ്രോട്രൈകളിലാണെങ്കിൽ നമുക്ക് രോഗരഹിതമായിട്ടുള്ള തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ ഇപ്പം നെക്രോസിസ്, ക്ലോറോസിസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കാരണം ഇലകളുടെ വലിപ്പമൊക്കെ കൂടി നല്ല ആരോഗ്യമുള്ള തൈകൾ കിട്ടും. പിന്നെ അതുപോലെ ഓഫ് സീസൺ ഉൽപ്പാദനം സാധ്യമാണ്. നമുക്കിപ്പോൾ പ്രൊട്ടക്റ്റഡ് കണ്ടീഷനിലായതുകൊണ്ട് തന്നെ ചില വിത്തുകൾ നമുക്കിപ്പം നഴ്സറികളിലൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പം ആർദ്രത കൂടുതലാണ്, അല്ലെങ്കിൽ ഊഷ്മാവ് കൂടുതലാണ്, അങ്ങനത്തെ സിറ്റുവേഷൻ കാരണം ചിലപ്പോൾ മുളയ്ക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. പക്ഷേ പ്രോട്രൈകളിലാണെങ്കിൽ ഓഫ് സീസൺ ആണെങ്കിൽ കൂടിയും നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നഴ്സറികളിൽ നോക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ വയലിൽ നോക്കി വിത്ത് തൈ ആക്കിയെടുക്കുന്നതിനെക്കാട്ടിലും ഒരു അധ്വാന ചെലവും പിന്നെ നമ്മുടെ കാശും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്രോട്രൈകളിലാണെങ്കിൽ ആദ്യം നമ്മൾ ആ വിത്ത് പാകി ജസ്റ്റ് ഒരു നന കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതൽ ചിലവെന്ന് പറയാൻ ബാക്കി ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ പ്രോട്രൈകളിലുള്ള തൈകൾ വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണമെങ്കിലോ അത് നമുക്ക് മാറ്റി നടണമെങ്കിലോ ഒക്കെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ഈ പ്രോട്രൈകളിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ ഓരോ കള്ളികളിലാണ് നമ്മൾ വിത്ത് നടുന്നത്. അപ്പോൾ ആ ഓരോ ചെടികളിലും നന്നായിട്ട് വേരൊക്കെ വന്ന് ആ മാധ്യമമായിട്ട് ചേർന്ന് നന്നായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള തൈകൾ നമ്മൾ പ്രോട്രൈകളിൽ നിന്ന് വയലിലോട്ട് മാറ്റുമ്പോൾ ആ വയലുകളിലെ പ്രതികൂല സാഹചര്യങ്ങൾ അത് അതിജീവിക്കും. ഇപ്പം നമ്മൾ നഴ്സറികളിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ സാധാരണ അത് പൊക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ വേരുകൾ പൊട്ടാനോ അല്ലെങ്കിൽ ആ തണ്ട് ഒടിയാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. പക്ഷേ പ്രോട്രൈകളിൽ നമ്മൾ കറക്റ്റ് മാധ്യമം ഉപയോഗിക്കുന്നത് കാരണം പറിച്ചു നടുമ്പോൾ ഉള്ള ആ പ്രതികൂല സാഹചര്യങ്ങൾ അത് അതിജീവിക്കും. നമുക്ക് പ്രോട്രൈകൾ വിപണിയിൽ പല ആകൃതിയിലും പല വലിപ്പത്തിലുമുള്ള പ്രോട്രൈകൾ നമുക്ക് ലഭ്യമാണ്. സാധാരണയായിട്ട് ലഭിക്കുന്നത് സിലിണ്ടർ ആകൃതിയോ അല്ലെങ്കിൽ കോണിക്കൽ ആകൃതിയോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് പിരമിഡൽ ഷേപ്പോ ഉള്ള പ്രോട്രൈകളാണ്. പിന്നെ അതുപോലെ കള്ളികളുടെ എണ്ണം വ്യത്യാസമാകാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 98 കള്ളിയുള്ള ഒരു ഇഞ്ച് വ്യാസമുള്ള പ്രോട്രൈകളാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ചില വിത്തുകൾ ഇപ്പോൾ വഴുതന വർഗത്തിലെ വിത്തുകൾ, നമ്മുടെ മുളക്, തക്കാളി, വഴുതന ഇതൊക്കെ ആണെങ്കിൽ ചെറിയ വിത്തുകളാണ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിന് ചെറിയ കള്ളികളുള്ള പ്രോട്രൈ നമുക്ക് വാങ്ങിയാൽ മതിയാവും. പക്ഷെ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇഞ്ചി, മഞ്ഞൾ അതൊക്കെ പ്രോട്രൈകളിൽ നട്ടു വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് വലിപ്പം കൂടിയ പ്രോട്രൈകൾ ആവശ്യമാണ്. അപ്പോൾ ഏതാണോ നമ്മൾ നടുന്നത് അതിനാവശ്യമായിട്ടുള്ള പ്രോട്രൈകൾ നമുക്ക് വാങ്ങാൻ ശ്രദ്ധിക്കാം. പിന്നെ ഈ പ്രോട്രൈകളിൽ നമ്മൾ നിറയ്ക്കേണ്ട മാധ്യമം, അത് പല മാധ്യമങ്ങളുടെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് മണ്ണില്ലാത്ത മാധ്യമം, അതിൽ കൊക്കോപീറ്റ്, ഒരു 3 ഭാഗം കൊക്കോപീറ്റ്, 1 ഭാഗം വെർമിക്കുലേറ്റ്, 1 ഭാഗം പെർലൈറ്റ്, ഇത്രയും ചേർത്തിട്ടുള്ള മാധ്യമമാണ് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത്. കൊക്കോപീറ്റ് നമുക്കറിയാം ചകിരിച്ചോറിൻ്റെ ഒരു വകഭേദമാണ്. അതിൻ്റെ വ്യാപ്തത്തെക്കാളും ഒരു 5 മടങ്ങ് കൂടുതൽ വെള്ളം സംഭരിച്ചു വയ്ക്കുവാനുള്ള കഴിവുണ്ട്. പിന്നെ അതുപോലെ വെർമിക്കുലേറ്റ് ഒരു അയൺ സിലിക്കേറ്റ് ആണ്, ഒരു
മൈക്കേഷ്യസ് മിനറലാണ്. അത് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യവും മെഗ്നീഷ്യവും ഒക്കെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ പെർലൈറ്റ് നമ്മൾ കാണുന്ന പോലെ അതൊരു ഗ്രേഷ് വൈറ്റ്, ഒരു ചാര നിറം കലർന്ന ഒരു വെള്ള നിറമാണ് ആ പെർലൈറ്റ് ഒരു അലുമിനിയം സിലിക്കേറ്റാണ്. ഈ വെർമിക്കുലേറ്റും പെർലൈറ്റും രണ്ടും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസും ജലവും ശേഖരിച്ചു വെക്കുകയും അത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് ലഭ്യമാക്കുകയും ചെയ്യും. പിന്നെ ഈ കൊക്കോപീറ്റ് നമ്മൾ എടുക്കുമ്പോൾ സാധാരണ സ്റ്റെറിലൈസ് ചെയ്ത കൊക്കോപീറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ മാധ്യമമല്ലാതെ നമുക്ക് കൊക്കോപീറ്റിനൊപ്പം വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച ട്രൈക്കോഡെർമ മിക്സ്ചറോ അല്ലെങ്കിൽ ചെറിയ തോതിൽ മണ്ണോ, ഇപ്പോൾ സാധാരണ ചെറിയ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നവർ ചെറിയ തോതിൽ നന്നായിട്ട് അരിച്ചെടുത്ത കുറച്ച് മണ്ണ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതല്ലെങ്കിൽ നമ്മുടെ ഉണക്കി പൊടിച്ച ചാണകപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടോ നമുക്ക് പല കോമ്പിനേഷനുകളിൽ ഈ മാധ്യമം എടുക്കാം. പക്ഷേ മാധ്യമം എടുക്കുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത മാധ്യമം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് കാരണം തന്നെ തൈകൾക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പ്രോട്രേകൾ എടുക്കുമ്പോഴും പ്രോട്രേകളും അണുവിമുക്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്യൂഡോമോണാസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ടുള്ള ലായനിയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. മീഡിയയും നമ്മൾ എടുക്കുന്ന മാധ്യമവും അതുപോലെ സ്യൂഡോമോണാസ് ലായനിയിൽ ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ എടുത്ത പ്രോട്രേകളിൽ നമ്മൾ മാധ്യമം നിറച്ച് നമ്മുടെ തന്നെ കൈവിരൽ കൊണ്ട് ചെറുതായിട്ട് ചെറിയ ഒരു കുഴി ഉണ്ടാക്കി, അതായത് ഒരു 0.2 സെൻറ്റിമീറ്റർ ആഴത്തിൽ ചെറിയ കുഴികൾ ഉണ്ടാക്കി ഓരോ വിത്തും സൂക്ഷ്മമായി നട്ട് മേലെ മാധ്യമം നിറച്ച് ഒരു 8 മുതൽ 10 വരെ പ്രോട്രേ ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി ഒരു 400 ഗേജ് കനമുള്ള ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് ഒരു ഷെയ്ഡ് സ്ഥലത്ത് നനച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റേക്ക് ചെയ്ത് വെക്കുന്നത് കാരണം ആ പോളിത്തീൻ കവറിനുള്ളിൽ ആ ക്ലൈമാറ്റിക് കണ്ടീഷൻസും കാരണം ഈ നമ്മുടെ വിത്തുകൾ പെട്ടെന്ന് മുളച്ചു വരും. ഒരു 4-5 ദിവസത്തിനുള്ളിൽ നമ്മൾ ഏതാണോ വിത്തിട്ടത് അതനുസരിച്ച് മുളച്ചു വരുമ്പോൾ ഈ കാണുന്ന പോലെ വളരെ യൂണിഫോമായിട്ട് ഒരേപോലുള്ള തൈകൾ നമുക്ക് കിട്ടും. ചെറിയ രീതിയിൽ മാത്രം നമ്മൾ നന കൊടുക്കുക. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന മീഡിയ വളരെ വലിയ തോതിൽ വെള്ളം ശേഖരിച്ചു വയ്ക്കും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം നമുക്ക് നന കൊടുക്കാം. ഇനി നട്ട് ഒരു 12 ദിവസത്തിന് ശേഷവും ഒരു 20 ദിവസത്തിന് ശേഷവും ഓൾ 90 നമ്മുടെ ഒരു 19 അതൊരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അതിൽ നിന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്ന ചെടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ല വേരുപടലം ഉണ്ടായിരിക്കും. മാറ്റി നടുന്നതിന് ഒരു ദിവസം മുൻപ് നമ്മൾ ആ വെള്ളം നന കൊടുക്കുന്നത് നിർത്തുക. അല്ലെങ്കിൽ ഈ എടുക്കുന്ന മാധ്യമം ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ കിട്ടണമെങ്കിൽ ജസ്റ്റ് നനയൊന്ന് നിർത്തിയ ശേഷം നമുക്കെടുത്ത് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ വഴുതനയും നമ്മളിപ്പോൾ തക്കാളി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3 മുതൽ 4 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ തക്കാളി തൈകൾ റെഡിയായിട്ട് കിട്ടും. വഴുതനയാണെങ്കിൽ ഒരു 4 മുതൽ 5 ആഴ്ച, നമ്മുടെ മുളകാണെങ്കിൽ ഒരു 6 ആഴ്ച സമയം എടുക്കും ഇതുപോലെ മാറ്റി നടാൻ. പ്രോട്രേകളിൽ നമുക്ക് ഈ വഴുതന വർഗ്ഗങ്ങളിലെ പോലെ തന്നെ നമ്മുടെ ശീതകാല പച്ചക്കറികളായ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി ഇത് നടാം. പിന്നെ നമ്മുടെ വെള്ളരി വർഗ്ഗത്തിലെ വെള്ളരി, നമ്മുടെ പംകിൻ അതുപോലുള്ളതൊക്കെ നമുക്ക് നടാം. പിന്നെ അതുപോലെ ചെറിയ രീതിയിൽ നമുക്ക് പയറും നടാം. നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷനിൽ പ്രോട്രേയിൽ വെക്കുമ്പോൾ താഴെ ബെഡ് ഉണ്ടാക്കി അതിന് മേലെയോ ഇല്ലെങ്കിൽ നൂതന വിദ്യ പ്രകാരം നമുക്ക് ടേബിളുകളിലോ സെറ്റ് ചെയ്ത് വെക്കാം. ടേബിളുകളിൽ വെക്കുന്ന സമയത്ത് നമുക്ക് മിസ്റ്റ് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ഒട്ടുതൈകൾ വെക്കുന്ന സമയത്ത് ഇതുപോലെ ടേബിളുകളിൽ തൈകൾ വെക്കുന്നത് വളരെ ഗുണപ്രദമാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പച്ചക്കറി തൈകളിൽ ഒട്ടുതൈകളാണ്. നമ്മളിപ്പം മാവിലും പ്ലാവിലും ഒക്കെ ഒട്ടുതൈകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടുന്ന തൈകൾ നമുക്കറിയാം പല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ പച്ചക്കറി തൈകളിലും അത് സാധ്യമാണ്. ഇപ്പം നമ്മുടെ വഴുതന വർഗ്ഗ പച്ചക്കറികൾ വാട്ടരോഗത്തിന് വിധേയമാണ്. എപ്പോഴാണെങ്കിലും അതിന് ഒരു ബാക്ടീരിയൽ വാട്ടം പെട്ടെന്ന് വരും. അപ്പം ആ ഒരു സിറ്റുവേഷൻ മാറ്റുവാനും ചിലപ്പം ചില പച്ചക്കറി തൈകൾ ചിലപ്പം വരൾച്ച കാരണം, അതായത് കുറച്ചെങ്കിലും വെയിൽ വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നതുണ്ടാവും. ചിലപ്പം ചിലത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ മാറ്റുവാൻ വേണ്ടിയിട്ട് അതിനെ അതിജീവിക്കുന്ന
ചില ചെടികൾ നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ടും അത്യുൽപാദന ശേഷിയുള്ള തൈകൾ സയോൺ പോർഷനായിട്ടും നമുക്ക് വെച്ച് ഒട്ടുതൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഒട്ടുതൈകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പല മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് ഒന്ന് ട്യൂബ് ഗ്രാഫ്റ്റിംഗ് ആണ്. നമ്മൾ പറഞ്ഞ സ്റ്റോക്കും സയോണും എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് പോർഷൻ എടുത്ത് അത് ജസ്റ്റ് മേലെ ആവശ്യമായിട്ടുള്ള പ്രായം എത്തുമ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയൊരു ട്യൂബ് ആയിട്ടുള്ള ചെറിയ ട്യൂബ്സ്, പ്ലാസ്റ്റിക് ട്യൂബ്സ് കടത്തി സയോൺ പോർഷൻ ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്ത് അതിന് മേലെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ട്യൂബ് ഗ്രാഫ്റ്റിംഗ്. വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് രണ്ടാമത് കാണുന്നത് വെഡ്ജ് ഗ്രാഫ്റ്റിംഗ് ആണ്. അത് ഈ സ്റ്റോക്ക് പോർഷൻ എടുക്കുക, മേലെ പോർഷൻ കട്ട് ചെയ്ത് കളയുക, ബ്ലേഡ് വെച്ച് ചെറിയൊരു കട്ടുണ്ടാക്കുക, അതേപോലെ അതിന് മാച്ചാകുന്ന രീതിയിലൊരു കട്ട് സയോൺ പോർഷനിലും ആക്കി യോജിപ്പിച്ച് വെക്കുന്ന രീതിയാണ് വെഡ്ജ് ഗ്രാഫ്റ്റിംഗ്. അടുത്ത് കാണിച്ചിരിക്കുന്നത് ടങ് ഇനാർച്ചിങ് ആണ്. അതായത് കോമ്പാറ്റബിൾ ആയിട്ടുള്ള രണ്ട് തൈകൾ ചേർത്ത് ഒട്ടിച്ച് വെക്കുന്ന രീതിയാണത്. താഴെ കാണിച്ചിരിക്കുന്നത് ഹോൾ ഇൻസേർഷൻ മെത്തേഡാണ്. സ്റ്റോക്ക് പോർഷനിൽ ആ മേലെ പോർഷനിൽ തന്നെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള സയോൺ പോർഷൻ എടുത്ത് ചേർത്ത് വെക്കുക. സ്ലാൻഡ് ഗ്രാഫ്റ്റിംഗ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് സ്ലാൻഡായിട്ട് കട്ട് ചെയ്തിട്ട് അതേപോലൊരു കട്ട് സയോൺ പോർഷനിലും കൊടുത്ത് ചേർത്ത് വെക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ഗ്രാഫ്റ്റിംഗ് കൊണ്ട് മെഷീൻസ് തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സും ഇപ്പോൾ ഉണ്ട്. നമ്മൾ കൂടുതലായിട്ടും ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ വഴുതന വർഗ്ഗ വിളകളാണ്. നമ്മൾ തക്കാളി എടുക്കുകയാണെങ്കിൽ തക്കാളിയുടെ നമ്മുടെ മണിത്തക്കാളി പല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ മണിത്തക്കാളി നമുക്ക് റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഹരിത ഇനം വഴുതന വിത്ത് അത് നമുക്ക് തക്കാളിയിലും വഴുതനയിലും തന്നെ റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കാം, ഹരിത. അപ്പോൾ അത് നമുക്ക് ഏതാണോ സ്റ്റോക്കും സയോണും വേണ്ടത് രണ്ടും പ്രോട്രേകളിൽ വളർത്തിയെടുക്കുക. പ്രോട്രേകളിൽ വളർത്തിയെടുത്ത ശേഷം ഏകദേശം ഒരു 4 ആഴ്ച പ്രായമാകുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് പോർഷൻ മേലെ പോർഷൻ കട്ട് ചെയ്തിട്ട്, ഇതിപ്പോൾ വെഡ്ജ് മെത്തേഡാണ് കാണിക്കുന്നത്, സ്റ്റോക്ക് പോർഷൻ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ബ്ലേഡ് വെച്ചിട്ട് ഒരു കട്ടുണ്ടാക്കുക. അപ്പോൾ ആ കട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ കൈയൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ആ കട്ടിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ സയോണിലും ഒരു വി ഷേപ്പായിട്ടുള്ളൊരു കട്ടുണ്ടാക്കുക. സയോൺ പോർഷൻ സ്റ്റോക്ക് പോർഷനിൽ ചേർക്കുക. ചെറിയ ഗ്രാഫ്റ്റ് ക്ലിപ്സ് കൊണ്ട് അത് ചേർത്ത് വെക്കുക. നമ്മൾ സാധാരണ വീടുകളിൽ യൂസ് ചെയ്യുന്ന ക്ലിപ്പല്ല, ഗ്രാഫ്റ്റിംഗ് ക്ലിപ്പുണ്ട്. അത് നമുക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതുപോലുള്ള ഗ്രാഫ്റ്റിംഗ് ക്ലിപ്പുകൾ ചേർത്ത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഇങ്ങനെ ജോയിൻ ചെയ്ത ശേഷം, ഇപ്പോൾ ഈ കാണുന്നതാണ് ഗ്രാഫ്റ്റിംഗ് ക്ലിപ്പ്. ഇങ്ങനെ ജോയിൻ ചെയ്ത ശേഷം അതിനെ ഒരു ഹീലിംഗ് ചേമ്പറിലോട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതായത് ഒരു 90 മുതൽ 95% വരെ ആർദ്രതയുള്ള പ്രത്യേകം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കിട്ടുന്ന ഹീലിംഗ് ചേമ്പറിലോട്ട് ഒരു 10 ദിവസം ഇത് മാറ്റി വയ്ക്കുക. ആ 10 ദിവസത്തിനുള്ളിൽ ഈ ക്ലിപ്പിൻ്റെ ആ പ്രഷർ കാരണം ഗ്രാഫ്റ്റ് യൂണിയൻ സക്സസ് ആയിട്ടുണ്ടാകും. അതിനുശേഷം നമുക്കിത് മാറ്റി പുറത്തോട്ട് വെക്കാം. ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടുന്നത് ഇങ്ങനെ ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് വേറെ ഒരു വ്യത്യാസവും തോന്നാതെ കറക്റ്റ് ഗ്രാഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതൊരു 7 ദിവസത്തിന് ശേഷം നമുക്ക് ഫീൽഡിലോട്ട് മാറ്റാം. കാരണം നമ്മൾ ആ മിസ്റ്റ് ചേമ്പറിനകത്താണ് ആദ്യം വെച്ചിരുന്നത്. അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് പ്ലോട്ടിലോട്ട് മാറ്റിയാൽ ആ ഒരു കണ്ടീഷൻ പെട്ടെന്ന് താങ്ങാൻ പറ്റാതെ ചെടികൾ നശിച്ചു പോകും. അപ്പോൾ ചേമ്പറിൽ നിന്ന് മാറ്റി ഒരു 7 ദിവസം വെക്കുക. അതിനുശേഷം നമുക്ക് പ്ലോട്ടിലോട്ട് മാറ്റാം. അപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞ ഒരു ട്യൂബ് ഗ്രാഫ്റ്റിംഗ് പറഞ്ഞായിരുന്നു. അതിന് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് സിലിക്കോൺ ട്യൂബ് എന്ന് പറയുന്നത്. സിലിക്കോൺ ട്യൂബ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ആദ്യം സ്റ്റോക്ക് പോർഷൻസ് വളർത്തിയെടുക്കുക, അതിൻ്റെ മേലെ ഭാഗം കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം ഈ സിലിക്കോൺ ട്യൂബ് ആദ്യം കടത്തി വെക്കുക. അതിനുശേഷം കട്ടുണ്ടാക്കി സിയോൺ ചേർക്കുക. എന്നിട്ട് താഴ്ത്തി വെച്ചിരിക്കുന്ന ട്യൂബ് മേലെ ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് ആ ട്യൂബ് പോർഷൻ നിൽക്കുന്ന കാരണം ഗ്രാഫ് പോർഷൻ നന്നായിട്ട് ചേർന്ന് കിട്ടും. നമുക്ക് ആ ഗ്രാഫ്റ്റിംഗ് ക്ലിപ്പ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പോളിത്തീൻ സ്ലീവ് എന്ന് പറയുന്നത്. നമ്മുടെ കുക്കുർബിറ്റ്സ്, നമ്മൾ വെള്ളരി വർഗ്ഗ വിളകളും നമ്മൾ ഇതുപോലെ ഗ്രാഫ്റ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിത്തീൻ സ്ലീവ്സ് ആണ്. അപ്പോൾ ഈ സ്ലീവ്സ് ജസ്റ്റ് ഒന്ന് ഓരോന്നിനും ഓരോ പ്രഷറാണ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഈ സ്ലീവ്സും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടുന്ന യൂണിയൻ ഇതേപോലെ ചേർന്നിരിക്കും. നമുക്ക് വേറൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഫീൽഡ് കണ്ടീഷൻസിൽ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് പോർഷനും സയോൺ പോർഷനും
ചേരുന്ന ഇതായിരിക്കണം. അതായത് ഒന്നിന് തന്നെ കോമ്പാറ്റബിൾ ആയിരിക്കണം. ഇപ്പോൾ ഒരു വഴുതന വർഗ്ഗം എടുക്കുകയാണെങ്കിൽ അതേ ഇതിലുള്ള തന്നെ റൂട്ട് സ്റ്റോക്ക് എടുത്തിരുന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള രീതി, നമ്മളിപ്പം ആ കട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കൈയൊന്നും അതിനിടയിൽ വരാൻ പാടില്ല. യൂസ് ചെയ്യുന്ന ബ്ലേഡ് നല്ല ബ്ലേഡ് ആയിരിക്കണം. പിന്നെ അതുപോലെ അത് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു സ്കില്ല് ആവശ്യമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിലും ആ സ്കില്ലിലും ഒരു കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ചേർന്നാൽ മാത്രമേ നമ്മുടെ ഈ ഗ്രാഫ്റ്റ് തൈകൾ വളരെ സക്സസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസും ഈ മിക്ക ഗ്രാഫ്റ്റ് തൈകളിലും നമ്മൾ ഈ സോയിൽലെസ് മീഡിയ, മണ്ണില്ലാത്ത കൊക്കോപീറ്റ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനും കുറച്ച് ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് ഗ്രാഫ്റ്റ് തൈകൾക്ക് കുറച്ച് ചിലവ് കൂടുതലാണ്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വിളവെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഗ്രാഫ്റ്റിൻ്റെ സക്സസ്സിന് കാരണവും അത് തന്നെയാണ്. നമ്മുടെ കാർഷിക സർവകലാശാലയിൽ മണ്ണുത്തിയിൽ നമ്മുടെ ഗ്രാഫ്റ്റ് തൈകൾ ലഭ്യമാണ്. ഏകദേശം ഒരു ഗ്രാഫ്റ്റ് തൈക്ക് 5 രൂപ നിരക്കിൽ നമുക്ക് ലഭ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പം ഏതാണോ നമുക്ക് ഗുണമേന്മയുള്ള തൈകൾ വേണ്ടത്, അല്ലെങ്കിൽ ഏതാണോ ഗുണമേന്മയുള്ള വിത്ത് നമുക്ക് വേണ്ടത്, അതനുസരിച്ചുള്ള വിത്ത് വാങ്ങിക്കൊടുത്താൽ അതനുസരിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതനുസരിച്ച് നമുക്ക് നേഴ്സറികളിലും പ്രോട്ടറേകളിലും നമ്മുടെ ഒട്ടുതൈകളും പച്ചക്കറികളിൽ ഫലപ്രദമായി ഉപയോഗിക്കാം. നമ്മുടെ ഈ കോവിഡ് സിറ്റുവേഷൻ കാരണം നമുക്ക് പച്ചക്കറി തൈകൾ എന്തായാലും ഓരോരോ വീടുകളിൽ ഉൽപ്പാദിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിത് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞു ഗ്രാഫ്റ്റ് തൈകൾ 5 രൂപ നിരക്കിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ സങ്കരയിനം വിത്തുകളാണെങ്കിലും ഈ പറയുന്ന പോലെ 5 രൂപ, 2 രൂപ, 1.5 രൂപ നിരക്കിൽ ഓരോ തൈകളും അതിൻ്റെ പ്രത്യേകത അനുസരിച്ച് തൃശ്ശൂരിൽ നിന്നും നമ്മുടെ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഫാമുകളിൽ നിന്നും തൈകൾ ലഭ്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അത് പറഞ്ഞു തരുന്നതാണ്. നന്ദി.